ഒരിക്കൽ അധ്യാപകനായി തീർന്നാൽ മരിക്കും വരെ അധ്യാപകനാണ്. MD തിരക്കഥ എഴുതിയ ഒരു വടക്കൻ വീരഗാഥയിൽ ചന്തു കൂറുമാറി അരിങ്ങോടൻ്റെ അടുത്ത് എത്തിയപ്പോൾ അരിങ്ങോടർ ചോദിച്ചു, എന്താ ഇവിടെ എന്ത് പുതിയത് പഠിക്കാൻ? പുത്തൂരത്തെ അടവുകൾക്കപ്പുറമൊന്നും എനിക്കിവിടെ പറഞ്ഞു തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്തു പറയുന്നൊരു മറുപടിയുണ്ട്, ഒരു ചേകോന് മരിക്കും വരെ എന്തെങ്കിലും പഠിക്കാൻ കാണുമല്ലോ എന്ന്. അത് MDയുടെ ദിവ്യമായ ഒരു രചനാശൈലിയിൽ നിന്നേ അത് വരുള്ളൂ. അതുപോലെയാണ് അധ്യാപകരും. എന്തെങ്കിലും ഒന്ന് അവസാനം വരെ നമുക്ക് പഠിക്കാനുണ്ടാവും, നമുക്ക് പറയാനുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ രാവിലെ വായിച്ച കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അന്നത്തെ ശൈലിയിൽ തന്നെ ചിലർ വായിച്ചു. CV രാമൻപിള്ള ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ സാധാരണ മനുഷ്യർ സംസാരിച്ചിരുന്ന ശൈലി, ഭാഷാ ശൈലി ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് അതേപോലെ ചിലർക്കൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഉച്ചാരണശുദ്ധിയോടുകൂടി അത് പറയാൻ കഴിഞ്ഞു എന്നുള്ളതും എന്നെ സന്തോഷിപ്പിക്കുന്നു, ഒരു പരിധിവരെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം മലയാള ഭാഷ ഉച്ചാരണശുദ്ധിയോടുകൂടി പറയാൻ കഴിയുന്നവരുടെ എണ്ണം ചുരുങ്ങി വരികയാണ്. സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ചെങ്കൽ മങ്ക പറഞ്ഞതുപോലെ CV-യുടെ കൃതികൾ വായിച്ചിട്ടില്ലാത്തവർ ഉണ്ടാവില്ല. വായിച്ചിട്ടില്ലാത്തവരാണ് കൂടുതൽ ഇന്ന്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഓണക്കു സാർ പറഞ്ഞ അരു സാർ പറഞ്ഞു, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിലൊരു ഭാഗം മാർത്താണ്ഡോർമ്മയുടെ ഒരു ഭാഗം, അത് റീറ്റോളാണ്, അത് അബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലഘൂകരിച്ചെഴുതിയ ആ പുസ്തകത്തിൻ്റെ ഒരു അധ്യായം പഠിക്കാനുണ്ടായിരുന്നു. അത് അനന്തപത്മനാഭൻ പേരുമാറി യുദ്ധത്തിന് പോയതും പിന്നെ പട്ടാണികളുടെ ക്യാമ്പിൽ പെട്ടിട്ട് അവർ പിന്നെ കൊണ്ടുപോകുന്നതും അവസാനം ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യം പുറത്തു വരുന്ന ശബ്ദം പ് എന്നാണ്. അത് പാറുക്കുട്ടി എന്നുള്ള ഉച്ചാരണമാണ്. ഇതിൻ്റെ ഇഷ്ടപ്രിയ അല്ലെങ്കിൽ കാമുകിയായിരുന്നുവല്ലോ പാറു. അപ്പോൾ ആ പേരൊക്കെ വന്നത്. അപ്പോൾ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആ പ്രായത്തിൽ തന്നെ ഞങ്ങളുടെ തലമുറക്കാരത് വായിച്ചിരുന്നു, പഠിച്ചിരുന്നു. അത് പിന്നീട് വായനയ്ക്കുള്ള പ്രചോദനമാവുകയും ചെയ്തു. ഞാൻ 10ാം ക്ലാസ് വരെ മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ. പക്ഷേ 10ാം ക്ലാസ് പാസ്സാവുമ്പോഴേക്കും എനിക്ക് മലയാളത്തിൽ തെറ്റില്ലാതെ സംസാരിക്കാനും എഴുതാനും കഴിയുമായിരുന്നു. എന്നെ പഠിപ്പിച്ചത് ഡിഗ്രി ഒന്നും ഇല്ലാത്തൊരു പണ്ഡിറ്റ് സാറാണ്. ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അന്ന് പണ്ഡിറ്റുമാരും മുൻഷിമാരും ഒക്കെ ഉണ്ട്. അവർക്ക് പിന്നെ ഡിഗ്രി പദവി കൊടുത്തവർ ഈ വാനിഷിങ് കാറ്റഗറിയാണ്, സിംഹവാലം കുരങ്ങിൻ്റെ പട്ടികയിൽപ്പെട്ടവരാണ്. ബിരുദം പുതിയ നിയമമൊക്കെ വന്നപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അധ്യാപകരാകാൻ പറ്റുമെങ്കിൽ ഇവരെ സേവിങ് ക്ലോസ്, സ്പെഷ്യൽ റൂൾസിൽ പറയുന്നതാണ്, സേവിങ് ക്ലോസ് വെച്ച് റിട്ടയർമെൻറ്റ് വരെ തുടരാൻ അനുവദിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് പണ്ഡിറ്റ് സാറ്. അദ്ദേഹം പഠിപ്പിച്ചു എന്ന വൃത്തവും അലങ്കാരവും ഒക്കെ ഇപ്പോഴും എൻ്റെ താളത്തിൽ ബോധത്തിലുണ്ട്. ഇപ്പോൾ 2017 കേരള സർക്കാർ മലയാളം നിർബന്ധ പഠന വിഷയമായിക്കൊണ്ടൊരു സർക്കാർ ഉത്തരവിറക്കി. ഏറ്റവും കൂടുതൽ പ്രതിഷേധം വന്നത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്നാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തും പഠിക്കാൻ തയ്യാറാണ്, അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. അധ്യാപകരും രക്ഷിതാക്കളുമാണ്. രക്ഷിതാക്കൾക്ക് എപ്പോഴും പ്രയോഗബുദ്ധിയാണ്. കാരണം ഞങ്ങളുടെ മക്കൾ ഇവിടെ പഠിച്ചില്ലെങ്കിലും വിദേശത്ത് പോകണം, അവിടെ എവിടെയെങ്കിലും പഠിക്കണം എന്നുള്ളത്. അവസാനം നമ്മൾ ഈ രക്ഷിതാക്കൾ വൃദ്ധസദനത്തിലാകിപ്പോകും എന്നുള്ള കാര്യം അവർ ഓർക്കാതെയാണ് കുഞ്ഞുങ്ങളെ വിദേശത്തേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ പുതിയൊരു സാമൂഹ്യ പ്രതിഭാസമായിട്ട് ഇപ്പോൾ എത്തി നിൽക്കുകയും ചെയ്യുന്നു. അധ്യാപകരുടെ പ്രശ്നം എന്താ? കാരണം അവിടെ നിശ്ചിത മണിക്കൂർ പഠിപ്പിക്കാൻ ഉള്ള അവസരം ഇല്ലെങ്കിൽ തസ്തിക നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടും, ജോലി പോവും. കുടുംബ പ്രശ്നമാണ്, അല്ലെങ്കിൽ വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ആരുടെ ഏത് വിഷയത്തിൽ ഏത് പീരീഡാണ് മാറിപ്പോകുന്നതെന്ന് അറിയാത്തത് കൊണ്ട് അവരും എതിർത്തു. മലയാളം പഠിച്ചില്ലെങ്കിലും നമുക്ക് ജോലി കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് അധ്യാപകരെത്തി. പിന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ അധ്യാപകർ വന്നില്ലെങ്കിൽ ആ ഒഴിവ് സമയം അക്ഷരശ്ലോകമാണ്. മോണിറ്റർക്കാണ് അന്നത്തെ ഉത്തരവാദിത്വം. ഈ ചട്ടമ്പി എന്ന് പറഞ്ഞാൽ മോണിറ്റർ. ചട്ടം പാലിക്കുന്നവനാണ് ചട്ടമ്പി. ചട്ടം പാലിക്കാൻ നിയുക്തനാകുന്നവനാണ് ചട്ടമ്പി. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് കുഞ്ഞൻപിള്ളയ്ക്ക് ഈ ചട്ടമ്പി എന്നുള്ള പേര് കിട്ടിയത്. അപ്പം ഞാൻ മോണിറ്റർ ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ സാറ് അടുത്ത ക്ലാസ്സിലെ സാർ അല്ലെങ്കിൽ മറ്റേ മുമ്പ് ക്ലാസ്സിൽ ഇരുന്നയാൾ പറഞ്ഞിട്ട് പോകും, ഇവരെ എങ്ങനെയെങ്കിലും എൻഗേജ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ അക്ഷരശ്ലോകം കൊടുക്കുകയാണ്. അന്ന് മലയാളം കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചാൽ സർവ്വവും നശിച്ചു പോകുമെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. ഈ കാണാതെ പഠിച്ചു വേണ്ട മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ചലച്ചിത്രഗാനമല്ല രമണനാണ്.
നമ്മുടെ ചേട്ടന്മാരൊക്കെ അന്ന് പാടി നടക്കുന്ന രമണ രമണ നീ എങ്ങ് പോയി എന്നുള്ള പാട്ടാണ്. അതാണ് താളമായി വന്നത്. അതൊക്കെ എവിടെയെങ്കിലും മനപ്പം കാണാതെ പഠിച്ചിട്ടുണ്ടോ? പുസ്തകം മറ്റേ പകർത്തി എഴുതി കാണാതെ പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങ് കയറി ചെല്ലുകയാണ് അകത്തേക്ക്. അത് നമ്മൾ ചൊല്ലുന്ന രീതിയിലും അതിൻ്റെ താളത്തിനും അനുസരിച്ചാണ്. അപ്പോൾ അക്ഷരശ്ലോകം അന്ന് ഞങ്ങളുടെ ഓർമ്മയെ സംരക്ഷിക്കാൻ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ അന്ന് പഠിച്ച ഗാനങ്ങളൊക്കെ അല്ലെങ്കിൽ കവിതകളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ തലച്ചോറിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ മനഃപ്പാഠമാക്കൽ പ്രധാനപ്പെട്ടൊരു ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സ്കൂൾ യുവജനോത്സവത്തിലെ ഒരു ഐറ്റം ആണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ അക്ഷരശ്ലോകം ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ വെൻറ്റിലേറ്ററിൽ കിടക്കുകയാണ്, അത് ആയുസ് നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഐറ്റം, അങ്ങനെ ഒരു മത്സര ഐറ്റം ആയതുകൊണ്ട് മാത്രം നിലനിൽക്കുകയാണ്. ഞാൻ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ അല്പകാലം ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എന്നുള്ളതൊക്കെ ആ വളപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതിലേക്കും അവിടുത്തെ സ്ഥാനം ആൾ ഒഴിഞ്ഞു പോയപ്പോൾ തൽക്കാലത്തേക്ക് ചാർജ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അക്ഷരശ്ലോക ക്ലാസ് തുടങ്ങുകയാണ്. അതിനെന്നെ സഹായിച്ച നമ്മുടെ കണ്ണമ്പൂല വിദ്യാധിരാജ സ്കൂളിൻ്റെ വേലപ്പനാരി സാറത ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോൾ സംസാരിക്കുകയും ചെയ്ത കാര്യം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അക്ഷരശ്ലോകത്തിൽ ക്ലാസ് കൊടുത്തു. എന്താണ് അക്ഷരശ്ലോകം? അത് കുറച്ചു കാലം കൃത്യമായിട്ട് നടന്നു. അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന നമ്മുടെ VP ജോയ് സാർ, അദ്ദേഹം കവിയാണ്, എഴുത്തുകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരിക്കൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാർത്തികനായരെ ഇത് അക്ഷരശ്ലോകം മാത്രം പോരാ, കാവ്യകേളി നടത്തണം. അക്ഷരശ്ലോകം വൃത്തത്തിൽ എഴുതുന്നത് 4 വരി കവിതയാണ്, കാവ്യകേളി 8 വരി കവിതയാണ്. അപ്പോൾ കാവ്യകേളിയും കൂടെ തുടങ്ങണം, അതാണ് കൂടുതൽ നല്ലത്. കാരണം മലയാള ദ്രാവിഡ വൃത്തത്തിൽ എഴുതിയ കവിതകളും ചൊല്ലാൻ പറ്റുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനും ആ താല്പര്യമുണ്ട്. ഞാൻ പറയുന്നത് ഈ അക്ഷരശ്ലോക മത്സരം നടത്തിച്ച് അല്ലെങ്കിൽ അക്ഷരശ്ലോകം കുട്ടികളെ പഠിപ്പിച്ചാൽ കുറേ കാലത്തേക്കും കുട്ടികളുടെ ഓർമ്മയ്ക്ക് നല്ല ശക്തി ഉണ്ടാവും. കാരണം പുതിയ ഉപകരണം വരുമ്പോൾ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടും. ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം എന്ത് കിട്ടാൻ അതിൽ നോക്കിയാൽ മതിയല്ലോ. പേര് ഓർമ്മയില്ല, നാട് ഓർമ്മയില്ല, നമ്പർ ഓർമ്മയില്ല. ഞാൻ കോളേജ് അധ്യാപകനായിരുന്നപ്പോൾ അധ്യാപക സംഘടനാ പ്രവർത്തകനായിരുന്നു. അന്ന് 37 സർക്കാർ കോളേജ് കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. ആ 37 സർക്കാർ കോളേജിലെയും എൻ്റെ സംഘടനയുടെ ഭാരവാഹികളുടെ പേരും ഫോൺ നമ്പറും എനിക്ക് മനഃപ്പാഠമാണ്. ഏത് രാത്രിയിൽ വിളിച്ചാലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയി. കാരണം ഈ ഉപകരണം ആവർത്തിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഓർമ്മശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഓർമ്മശക്തി നിലനിർത്താൻ ഒരു മാർഗ്ഗം അക്ഷരശ്ലോകമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ കുറച്ച് പേരെ ഉള്ളു കേൾക്കാൻ, പിന്നെ എങ്കിലും അത് തലമുറയ്ക്ക് കൈമാറി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിരിക്കും. CV എൻ്റെ നാട്ടുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ CVR പുരം എന്ന പേരിലൊരു ബസ് ഇപ്പോൾ പോകുന്നുണ്ട്. ആ സ്ഥലം എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പുറവും ഇപ്പുറവും എനിക്കറിയാം. ഗ്രാമമാണ്, നെൽകൃഷിയാണ്. ഈ ധനുവച്ചരത്തിനപ്പുറം ആറയുടെ നീ പറഞ്ഞ സ്ഥലത്തിനടുത്ത് കൊറ്റാമോ എന്ന സ്ഥലത്തിന് തിരിഞ്ഞു പോകണം. അപ്പോൾ റൂട്ടൊക്കെ നല്ല നിശ്ചയമാണ്. അപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ സെവിയുടെ കൃതി വായിച്ച് അല്ലെങ്കിൽ അത് പഠിപ്പിച്ചെന്ന അധ്യാപകൻ നല്ല ഭാവനാസമ്പന്നായിരുന്നു. അദ്ദേഹം ബാക്കി കഥയും കൂടെ പറഞ്ഞു തന്നു. പിന്നീട് ഇത് വായിക്കാൻ അവസരം കിട്ടി. പലവട്ടം വായിച്ചു. ഞാൻ എൻ്റെ പുസ്തകം വായിച്ച് എൻ്റെ മക്കളെ കൊണ്ട് വായിപ്പിച്ചു. അവർക്കും അതിൽ താല്പര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര ആഖ്യായികയാണ് അല്ലെങ്കിൽ ആഖ്യായികകാരനാണ് CV. പക്ഷേ അദ്ദേഹത്തെ ആ രൂപത്തിൽ മാത്രമാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രാഖ്യായികകാരൻ, അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി, അല്ലെങ്കിൽ ഇവിടെ കൃഷ്ണപിള്ള സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്രതിപാത്രം ഭാഷണ ഭേദം, ഓരോ കഥാപാത്രത്തിൻ്റെയും ഭാഷാശൈലിയിൽ വ്യത്യാസമുണ്ട്. അത് വളരെ സമഗ്രമായൊരു ഗവേഷണം നടത്തി ദീർഘകാലത്തെ ഗവേഷണത്തിനൊടുവിലാണ് കൃഷ്ണപിള്ള സാർ ആ നിഗമനത്തിലെത്തിയ ആ പുസ്തകം എഴുതുന്നത്, പ്രതിപാത്രം ഭാഷണ ഭേദം. കാരണം ഓരോ കഥാപാത്രത്തെയും പ്രത്യേക സന്ദർഭത്തിൽ എടുത്ത് വായിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ CVക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഷൺമുഖൻ എന്നാണ് ഒരു ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചത്. 6 മുഖങ്ങൾ അല്ലെങ്കിൽ 6 വ്യത്യസ്ത റോളുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന ചരിത്രാഖ്യായികകാരൻ എന്നുള്ള ഒന്ന്. അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ പ്രദേശത്തെ ആദ്യത്തെ നാടകകൃത്താണ് അദ്ദേഹം. നാടക സംവിധായകനാണ്, നടനാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ നോവലുകൾക്ക് ഈ ഇതൊക്കെ പ്രഹസനങ്ങളെന്ന പേരിട്ട് ചെറിയ നാടകങ്ങളാക്കി ഈ VJT ഹാളിൽ, അന്നത്തെ VJT ഹാളിൽ, ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ അത് അവതരിപ്പിക്കുകയും ഒരുപാട് കാഴ്ചക്കാർ അല്ലെങ്കിൽ ശ്രോതാക്കൾ അതിന്, അല്ലെങ്കിൽ കാഴ്ചക്കാർ കാണികൾ അതിന് കിട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ നാടക നടൻ, സംവിധായകൻ. ശൈലീ വല്ലഭൻ, പ്രതിമാത്രം ഭാഷഭേദ കൃതി വായിച്ചാൽ തന്നെ അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കാൻ തന്നെ അറിയാം, വ്യത്യസ്ത ശൈലിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കൃതികളെല്ലാം വരുന്നത്. മറ്റൊന്ന്, അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. 4 പത്രങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതൊരു പത്രം പിന്നീട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ നടത്തിക്കൊണ്ടുവന്നൊരു പത്രമായിരുന്നു. ഞാൻ പത്രം വായിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ വീട്ടിൽ കിട്ടിയിരുന്ന മലയാളി എന്നൊരു പത്രം ഉണ്ടായിരുന്നു. മലയാളി എന്ന പത്രം, അത് 1889 മറ്റോ അദ്ദേഹം തുടങ്ങിയ പത്രമാണ്. അത് പിന്നീട് പലരുടെ കൈവരിഞ്ഞു പോയി.
അത് പിന്നെ 952 50 60 ആകുമ്പോഴേക്കും നിലച്ചു പോയി എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഒരു വിശേഷാൽ പ്രതിയിലാണ് ഞാൻ MT വാസുദേവൻ നായരുടെ ആദ്യത്തെ കഥ വായിക്കുന്നത്. 1952 മലയാളിയുടെ ഒരു സ്പെഷ്യൽ പതിപ്പ്, ഓണപ്പതിപ്പാണെന്ന് എനിക്കറിയില്ല, ഒരു സ്പെഷ്യൽ പതിപ്പല്ല, പിന്നീടാണ് ഞാൻ കാണുന്നത്, ഒരു വലിയ പുസ്തകമായിട്ട്. അതിലാണ് MTയുടെ വളർത്തുമൃഗങ്ങളെന്ന് പറഞ്ഞ കഥ ആദ്യമായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അന്ന് അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് അന്ന് വിക്ടോറിയ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആളാണ് പ്രസ്തുത ചരിത്രകാരനായ പ്രൊഫസർ KN പണിക്കർ. KN പണിക്കർ സാർ അത് പിന്നീട് ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ അനുഭവങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്രപ്രവർത്തകനാണ്. അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തോട് പറയാവുന്നതാണ്, അദ്ദേഹം ഒരു പൗരാവകാശ പ്രക്ഷോഭകനാണ്. പൗരാവകാശ പ്രക്ഷോഭകനാണ്. അന്നത്തെ തിരുവിതാംകൂറിലെ പൗരനെന്ന് പറയുന്നതിനന്ന് പ്രജയാണ്, പൗരനായിട്ടില്ല. പ്രജയാണ്, കാരണം രാജാവാണ്, രാജാവിനാണെങ്കിൽ പ്രജയാണ്. ഭരണകൂടവും ആധുനിക ഭരണഘടനയും വന്നെങ്കിൽ മാത്രമേ അതിൽ പൗരനാവുകയുള്ളൂ. സിറ്റി ഉണ്ടെങ്കിലേ സിറ്റിസൺ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ, പൗരനുണ്ടെങ്കിലേ പിന്നല്ല പുരമുണ്ടെങ്കിലേ പൗരനുള്ളൂ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഏറ്റവും ശക്തനായ ഒരു പൗരാവകാശ പ്രക്ഷോഭകരുമായിരുന്നു അദ്ദേഹം. അങ്ങനത്തെ 6-7 മുഖങ്ങൾ അദ്ദേഹത്തിന് തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ 1858 മുതൽ 922 വരെയുള്ള അന്നത്തെ കാലത്ത് ഒരു 60-64 വയസ്സൊക്കെ ആയപ്പോൾ അദ്ദേഹം അന്തരിച്ചു പോയി. ആ കാലത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിനിടയ്ക്ക് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട പലരും ചെയ്തതിനോട് സമാനമാണ്, ഒരുപക്ഷെ അതിനേക്കാൾ മേളിലാണ്. അദ്ദേഹം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി, ഈ തൊട്ടടുത്ത യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്ന മഹാരാജാസ് കോളേജ് എന്നാണ്. അവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജൂനിയറായി പഠിച്ചിരുന്ന പള്ളിപ്പുറത്തുകാരൻ G. പരമേശ്വരൻ പിള്ള കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന ഫോർട്ട് നൈറ്റ്ലി എന്ന് വെച്ചാൽ ദ്വൈവാരികയിൽ ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു. ഫെല്ലോ ക്രോയ്സർ എന്ന പേരിലാണ്, ഫ്രഞ്ച് പേരാണത്. ഫെല്ലോ ട്രാവലർ എന്നിട്ട് വേണമെങ്കിൽ അതിന് മലയാളം അല്ലാണ്ട് ഇംഗ്ലീഷ് പറയാം, സഹയാത്രികൻ എന്നൊക്കെ പറയാം. ഒരു ലേഖന പരമ്പരയായിരുന്നു. ആ പരമ്പരയിൽ അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ്റെ ഭരണത്തെയും അഴിമതിയെയും അതിനിശിതമായി വിമർശിക്കുന്ന ലേഖനമായിരുന്നു. ഇതാരാണ് എഴുതിയതെന്ന് കണ്ടുപിടിക്കാൻ രഹസ്യ പോലീസ് പഠിച്ച പണി 18 നോക്കിയിട്ടും പറ്റിയില്ല. കൊച്ചി സംസ്ഥാനം ഒന്ന് 2 തരത്തിലുണ്ട്. കൊച്ചി ശീമയുമുണ്ട്, കൊച്ചി രാജാവിൻ്റെ കൊച്ചിയുമുണ്ട്. കൊച്ചി ശീമ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊച്ചി, അത് ബ്രിട്ടീഷുകാരുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ളതാണ്. അത് ഇന്നത്തെ ബോൾഗാട്ടി പാലസൊക്കെ ഇരിക്കുന്ന ഭാഗമാണ് അന്നത്തെ കൊച്ചി ശീമ, ഡച്ചുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അവിടെ പ്രവർത്തിക്കുകയായിരുന്ന ഈ പത്രസ്ഥാപനത്തിൽ ഒരു ഇംഗ്ലീഷുകാരാണ് അതിൻ്റെ എഡിറ്റർ. അദ്ദേഹത്തോട് ഈ രഹസ്യ പോലീസ് പോയി ചോദിച്ച് അദ്ദേഹം വാർത്ത വിട്ടുകൊടുത്തു. ആരാണ് എഴുതിയതെന്ന് പറഞ്ഞു കൊടുത്തില്ല. ഇത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിൽ നിന്നായിരിക്കും ഇത് പോയതെന്നൊരു ഊഹം വെച്ച് അവിടെ അന്വേഷിച്ചു. അവിടെയും കിട്ടാൻ വൈകി. അവസാനം നമ്മളെല്ലാം ഹരം പിടിപ്പിക്കുന്ന, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഇവിടെ ഒരു കുഞ്ഞുമാവ് ഉണ്ടായിരുന്നു, നമുക്കെല്ലാം ആശ്വാസം അരികൊണ്ടൊരു വലിയ മാവ്, ഇപ്പോൾ അത് പട്ടുപോയി. ആ മാഞ്ചുവട്ടിൽ അന്നത്തെ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനൊരു വിഹാര രംഗമായിരുന്നു. അവിടുത്തെ എത്തിപ്പെട്ട രഹസ്യ പോലീസുകാർ അവിടുത്തെ കുട്ടികളുടെ സംസാരത്തിനിടയ്ക്ക് നിന്ന് ചില ഊഹങ്ങൾ കിട്ടുകയും യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയും അവർ 3 പേരുണ്ടെന്ന് മനസ്സിലാക്കി. അതൊന്ന് ഈ പരമേശ്വരൻ പിള്ള, മറ്റൊന്ന് അന്നത്തെ അല്ലെങ്കിൽ വിശാഖം തിരുനാൾ രാജാവിൻ്റെ കാലമാണിത്, ആയില്യം തിരുനാളിൻ്റെ അന്തരിച്ച് വിശാഖം തിരുനാൾ അധികാരത്തിൽ വരുമ്പോഴാണ് ഈ സംഭവം. തൊട്ട് മുമ്പ് ദിവാനായിരുന്ന നാരായണൻ നായർ എന്ന് പറയുന്ന ആളിൻ്റെ മകൻ ഒരു രാമൻ നായർ, ദിവാൻ പേഷ്കാറായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മകൻ ഗംഗാധർ റാവു, അങ്ങനെ 3 പേരാണ് ഈ കുഴപ്പക്കാർ, വിധ്വംസകന്മാരെന്ന് കണ്ടെത്തി അവരെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് ദിവാൻ, അയാൾ തമിഴ്നാട്ടുകാരനാണ്, വെമ്പയ്യാകം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നയാളാണ്, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ പ്രസിദ്ധനായ ജോൺ റോസ് ആ കോളേജ് തുടങ്ങുമ്പോൾ മുതൽ അതിൻ്റെ പ്രിൻസിപ്പലായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യേക ശമ്പളം കൊടുത്ത് വിളിച്ചു വരുത്തി കൊണ്ടുവന്നതാണ് ആയില്യം തിരുനാൾ മഹാരാജാവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടികളെ പുറത്താക്കാൻ പറ്റില്ല, എൻ്റെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളാണ്, ഈ കോളേജിൻ്റെ അഭിമാനമാണ്, നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്, ഫുട്ബോൾ കളിക്കാരാണ്, ടെന്നീസ് കളിക്കാരാണ്, നല്ല പ്രഭാഷകരാണ്, 18 വയസ്സ് വരുമ്പോൾ ഇംഗ്ലീഷിൽ തെറ്റില്ലാതെ എഴുതാൻ കഴിയുന്ന, വാചാലമായിട്ട് അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടൊക്കെ എഴുതാൻ കഴിയുന്ന കുട്ടികളാണ്. അവരത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ഭാവമായിരിക്കും, ഭാഗ്യമായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും ദിവാൻ സമ്മതിച്ചില്ല. സർക്കാർ ഉത്തരവ് ഹജൂർ കച്ചേരിയിൽ നിന്ന്, സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രത്യേക ഉത്തരവ് പ്രകാരം അവരെ 3 പേരെയും പുറത്താക്കി. അങ്ങനെ അവർ പുറത്താക്കപ്പെട്ടു.
അവരെ പിന്നീട് പോലീസ് മറ്റു ചില കള്ളക്കേസുകളിൽ കുടുക്കി അവരെ അറസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അവിടുന്ന് രക്ഷപ്പെട്ടു. ഉള്ള ഉടുതുണിയുമായിട്ട് വള്ളത്തിൽ കയറി കൊച്ചിയിൽ ചെന്ന് അവിടുന്ന് ഏതോ മാർഗത്തിൽ മദ്രാശിയിലെത്തി. അവരവിടെ പഠിത്തം തുടർന്നു. അവിടെ പഠിത്തം തുടർന്ന് പിന്നീട് അവിടുന്ന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചിരുന്നത്. അവിടുന്ന് പുറത്തായി പറഞ്ഞ് ബിരുദമെടുത്തതിന് ശേഷം പിന്നെ നിയമബിരുദമെടുത്ത് ബാരിസ്റ്ററായി. അങ്ങനെയാണ് ആ ബാരിസ്റ്റർ G.P. പിള്ള എന്ന G. പരമേശ്വരൻ പിള്ള ഈ 18-ാം വയസ്സിൽ രാജാവിൻ്റെ ദുർഭരണത്തെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം എഴുതിയ ആൾ. അന്ന് ഇദ്ദേഹം അവിടെ എഴുതുമ്പോൾ രാമൻപിള്ള നമ്മുടെ CV അവിടെ നിന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തെ കണ്ടു, കേട്ടു, മനസ്സിലായി. CV പിന്നീട് നിയമപഠനത്തിന് പോയി, പൂർത്തിയാക്കിയില്ല. പിന്നെ GP-യുമായിട്ടുള്ള കത്തിടപാടുകൾ തുടർന്നു. അതിന് അദ്ദേഹത്തെ മദ്രാസിലെത്തിച്ചു. നിയമം പഠിക്കാനെന്നുള്ള വ്യാജേനയാണ് മദ്രാസിൽ പോയത്. പക്ഷേ എത്തിയത് പിന്നെ GP-ആയിട്ട് സംസാരിച്ച് അവിടെ പിന്നെ KP ശങ്കരമേനോൻ എന്ന് പറയുന്ന പ്രസ്ഥരായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു മലയാളി സംഘം അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ സംസാരിച്ച് തിരുവിതാംകൂറിലെ അഴിമതി ഭരണത്തെ, സ്വജന പക്ഷപാതത്തെ ഒക്കെ എതിർക്കുന്നതിനുള്ള, വിമർശിക്കുന്നതിനുള്ള ഒരു ഒരുക്കൂട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയത്. ചെന്നപ്പെട്ടത് GP-യുടെ കയ്യിലായതുകൊണ്ട് GP കൃതഹസ്ഥനായൊരു പത്രാധിപരും വിമർശകനും ഒക്കെ ആയതുകൊണ്ടും നല്ല പരിശീലനമാണ് കിട്ടിയത്. അങ്ങനെയാണ് അവിടെ GP-യുടെ നേതൃത്വത്തിൽ പിന്നീട് തിരുവിതാംകൂറിൽ പ്രസിദ്ധമായ ആദ്യത്തെ പൗരാവകാശ നിവേദനം എന്ന് പറയാവുന്ന മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്, ഡ്രാഫ്റ്റ് ചെയ്തത് പൂർണ്ണമായിട്ടും GP-യാണ്. അതിൻ്റെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അതിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. അത് തിരുവിതാംകൂറിലെ ആദ്യത്തെ പൗരാവകാശ സമരത്തിൻ്റെ രേഖയായിട്ട് പറയാം, മാനിഫെസ്റ്റോ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് കാര്യം? ഈ ബ്രിട്ടീഷ് ഭരണം തിരുവിതാംകൂറിൽ സ്ഥാപിക്കപ്പെട്ട, അല്ലെങ്കിൽ നിയന്ത്രണം വന്ന് രാജാവിൻ്റെ മൂക്ക് കയറിടാൻ വേണ്ടി റെസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് താമസം, അങ്ങനെയാണ് തെക്കാട്ട് റെസിഡൻസി ബംഗ്ലാവ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് സ്ഥിരമായിട്ട് ഇവിടെ താമസിപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് കമ്മീഷണറായിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അങ്ങനെ തിരുവിതാംകൂറിൻ്റെ ഭരണം തിരുവിതാംകൂറുകാരിൽ നിന്നും മാറി മാറി പോവുകയും 1886 ഉത്രം തിരുനാൾ, അതായത് നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ അനുജൻ പിന്നെ ഉത്രം തിരുനാൾ അന്തരിച്ചപ്പോൾ തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക ശേഷി അങ്ങേയറ്റം താണു പോവുകയും ആകെ പ്രതിസന്ധിയിലാവുകയും ചെയ്തപ്പോൾ അന്ന് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു മദ്രാസ് സന്ദർശിക്കുകയും അവിടുന്ന് ഊട്ടിയിലെത്തുകയും ചെയ്തു മദ്രാസിലെ ഗവർണറുമായിട്ട്. അവിടെ ഇരുന്ന് ആലോചിച്ചു, തിരുവിതാംകൂറിനെയും കൊച്ചിയെയും കൂടെ ഈ കെടുകാര്യസ്ഥതയുടെ പേരിൽ അല്ലെങ്കിൽ ഭരണച്യുതിയുടെ പേരിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ലയിപ്പിക്കുന്ന കാര്യവും ആലോചിച്ചു. അതിന് കാരണമുണ്ട്. ഈ തെക്കൻ ദക്ഷിണേന്ത്യയിൽ തിരുവിതാംകൂറും കൊച്ചിയും മാത്രമാണ് തീരപ്രദേശത്ത് ഇങ്ങനെ മാറി നിൽക്കുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സ്ഥലം. മലബാർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ്. ഒരു പോക്കറ്റ് പോലെ മാഹി മാത്രമാണ് ഫ്രഞ്ചുകാരുടെ ഉള്ളത്. അതിൽ മൂക്കിൽ വന്നിരിക്കുന്ന കൊതുക് പോലെ ശല്യം ഉണ്ടാക്കുമെന്നല്ല, ഒരു ഉപദ്രവവും മറ്റ് ദോഷങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ബാക്കി മലബാർ തീരം, മംഗലാപുരം, ബോംബെ തീരം മുതൽ, ബോംബെയിൽ ഗോവ പോർച്ചുഗീസുകാരുടെ കയ്യിലും മാഹി ഫ്രഞ്ചുകാരുടെ കയ്യിലും ഒഴിഞ്ഞാൽ അങ്ങ് വടക്ക് പടിഞ്ഞാറുള്ള ബലൂചിസ്ഥാൻ മുതൽ സിഞ്ച് മുതൽ കൊച്ചി വരെയുള്ള പ്രദേശം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ്. കൊച്ചി മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശം കൂടി പിടിച്ചെടുത്താൽ അപ്പുറത്ത് തിരുനെൽവേലി തൊട്ട് അങ്ങോട്ട് തിരുച്ചെന്തൂർ ഭാഗമൊക്കെ തന്നെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡം മുഴുവനായിട്ടും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലെത്തും. അതുകൊണ്ട് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും ഏതെങ്കിലും മാർഗ്ഗേണ, ഝാൻസിയെയും സറ്റാറയും ഒക്കെ എങ്ങനെയാണോ ബ്രിട്ടീഷ് ഇന്ത്യയോട് ഡൽഹൌസി പ്രഭു ചേർത്ത് ആ മാതൃകയിൽ ചേർക്കാൻ ആലോചിച്ചു. ചർച്ചകളും തുടങ്ങി വെച്ചു. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് സാധ്യമായി പോകാത്തത് 857 ആയപ്പോഴേക്കും ഉത്തരേന്ത്യയിൽ വെടിപൊട്ടിയതാണ്. ഉത്തരേന്ത്യൻ കലാപം, നമ്മൾ വിളിക്കുന്ന ആദ്യത്തെ ശിവായി ലഹളയെന്നോ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നോ ഒക്കെ വിളിക്കുന്ന ആ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഡൽഹൌസിക്ക് വളരെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇക്കാര്യം മാറ്റിവെച്ചെങ്കിലും മദ്രാസ് ഗവർണർ തിരുവിതാംകൂർ പോലുള്ള സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയെടുത്തു. അങ്ങനെയാണ് 29 വയസ്സുകാരനായ പിന്നീട് സർ പദവി കിട്ടിയ T. മാധവറാവു തിരുവിതാംകൂറിലെത്തുന്നത്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ നമ്മളവിടെ വിട്ടേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കാകനും കഴുകയ്ക്കും ഒക്കെ ഇങ്ങനെ കാഷ്ടിക്കാൻ ഒരു അവസരം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
നേരെ എതിർവശത്ത് മറ്റൊരാൾ മുഖം നോക്കി നിൽപ്പുണ്ട്. മുഖാമുഖം നോക്കി എന്ന് രണ്ടുപേരും പരിതപിക്കുകയാണ്. എന്താ പരിതപിക്കുന്നത്? ഒരാൾ വേലുത്തമ്പിയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് രക്തസാക്ഷിയായിപ്പോയ വേലുത്തമ്പി തൻ്റെ നഷ്ടപ്രതാപ ഐശ്വര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ വിലപിച്ചുകൊണ്ട് മാധവറാവുവിൻ്റെ നേരെ നോക്കിയത്. മാധവറാവു ഇങ്ങനെ തിരിച്ചു നോക്കിയിരിക്കുന്നു. ഇവിടെ ഉള്ളൂരിൻ്റെ പ്രതിമ കരഞ്ഞുകൊണ്ട് നിൽക്കും പോലെ. പബ്ലിക് ലൈബ്രറിയുടെ ഫ്രണ്ടിലൊരു പ്രതിമയുണ്ട് ഉള്ളൂർ. അതിപ്പോൾ മുളങ്കാട്ടിനകത്ത് നിൽക്കുകയാണ്. വെളിച്ചം കാണല്ലേ. അപ്പോൾ CV ഇങ്ങോട്ട് മാറിയിരിക്കുന്നതുകൊണ്ടാണ് ഈ കാട് പിടിക്കാത്തത്. മാത്രമല്ല നമ്മൾ അന്ന് ഇല്ലാത്ത രീതിയിൽ ഇന്നതുപോലെ ടാറിട്ട് വെച്ചതുകൊണ്ട് ഇനി ഒരു ചെടിയും അവിടെ വളരുകയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒഴുകി നേരെ തമ്പാൻ്റെ ഉള്ളപ്പൊക്കത്തിലേക്ക് അങ്ങ് പോവുകയും ചെയ്യും. ആ പ്രതിമ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ടിരുന്നു. കള്ളിക്കൂടെ ഇങ്ങനെ എന്തോ ഒരു ദ്രാവകം വരുന്നുണ്ടായിരുന്നു. സാറൊക്കെ ഓർക്കുന്നുണ്ടാവും അത്. പിന്നെ എന്തോ പണിയൊക്കെ ചെയ്ത് മാറ്റി വെച്ചാണ്. അതേപോലെ ഈ പ്രതിമയ്ക്കും കരയാൻ കഴിയും. കല്ലുക്കുൾ ഈരം എന്ന് തമിഴിൽ പറയുന്ന പോലെ, കല്ലിനുള്ളിൽ ഈർപ്പം എന്ന് പറയുന്നത് പോലെ പ്രതിമയും കരഞ്ഞു പോകും കഷ്ടകാലത്തിൽ. കലികാലമല്ലേ, പൂക്കാലമല്ലേ എന്ന് മറ്റേ അയ്യപ്പ പണിക്കർ ചോദിച്ചല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാലമല്ലേ, എന്താ പൂക്കാതിരിക്കാൻ എനിക്കാവതല്ലേ എന്ന് പറഞ്ഞതുപോലെ പറയാതിരിക്കാൻ നമുക്കാവതല്ലേ എന്ന് നമ്മളും പറയേണ്ടി വരും. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അങ്ങനെ 29കാരനായ സർ ടി മാധവറാവിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം തിരുവിതാംകൂറിൽ ദിവാൻമാരായി വന്നിട്ടുള്ളവരൊക്കെ തന്നെ തിരുവിതാംകൂറിന് പുറത്തുള്ളവരാണ്. പിന്നീട് ഒരു രാമറാവു ഉണ്ടായിരുന്നു, ഈ വെമ്പയ്യാക്കം ഉണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു പത്രപ്രവർത്തകൻ്റെ രൂക്ഷമായ തൂലികയുടെ വിമർശനത്തിന് വിധേയനായ പി രാജഗോപാലാചാരി. അത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ്, CV-യുടെ സഹപ്രവർത്തകനാണ്. അതെ അതെ, അത് പദങ്ങൾ കൊണ്ടുള്ള കളിയാക്കലാണ്. കാരണം രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം എഴുതിയപ്പോൾ പിന്നെ ദിവാൻ പി ജാരഗോപാലാചാരി എന്നെഴുതി. ദിവാൻ പി ജാരഗോപാലാചാരി. അപ്പോൾ അപകടം ഉണ്ടെന്ന് മനസ്സിലായി. മനഃപൂർവ്വം എഴുതിയത്. അപ്പോൾ പിറ്റേന്ന് തിരുത്തി എഴുതി. അതൊരു അച്ചിപ്പിശകാണ്. 3-ാം ദിവസം നേരെ എഴുതി അതൊരു അച്ചടി പിശകാണ്. രാജഗോപാലാചാര്യയുടെ സ്വഭാവത്തിന് ചേർന്ന രീതിയിലാണ് അത് എഴുതിയത്. അപ്പോൾ അന്നത്തെ പത്രപ്രവർത്തകരുടെ തഞ്ചിടം, രാജ്യത്തോടുള്ള കൂറ്, ആ ഭാഷാപ്രയോഗ രീതി, ശൈലി ഒക്കെ അന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ സർ ടി മാധവറാവ് തൊട്ട് ഇങ്ങോട്ട് സർ CP വരെയുള്ള തിരുവിതാംകൂറിലെ ദിവാൻമാർ, കേരള സംസ്ഥാനത്തിന്, മലയാള സംസ്ഥാനത്തിന് പുറത്തുള്ളവർ ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരെ അടിച്ചമർത്തി ഭരിക്കുകയും ഇവിടത്തുകാർക്ക്, അഭ്യസ്തവിദ്യരായ ആൾക്കാർക്ക് ഉത്തരവാദപ്പെട്ട ജോലി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. 866 മഹാരാജാസ് കോളേജ് വരുന്നത്. 817 അന്നത്തെ റീജൻറ്റ് റാണി നാട്ടുഭാഷാ വിദ്യാലയം തുടങ്ങുന്നത്. 4 സ്ഥലങ്ങളിൽ പ്രതിമാസം 50 പണം ശമ്പളം കൊടുത്ത് 4 വാദ്യാന്മാരെ നിയമിക്കുകയും കുട്ടികളെ എഴുത്തും കണക്കും പിന്നെ തമിഴും പഠിപ്പിക്കുന്നതിൽ വിൽപ്പത്തി ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് 817 റാണിയുടെ വിളംബരം. 835 സ്വാതിരുനാളിൻ്റെ ഇംഗ്ലീഷ് പള്ളിക്കൂടം വരുന്നു. അതിനുശേഷം വിദ്യാലയങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. 1850 എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും, ഇന്നത്തെ പോലത്തെ ജില്ലകളല്ലേ അന്ന്, വേറെ രൂപത്തിലുള്ളൊരു റവന്യൂ സബ് ഡിവിഷൻ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം സർക്കാർ വിദ്യാലയങ്ങൾ തുടങ്ങി. അതിൻ്റെ ഉയർന്ന പദവി എന്നുള്ള നിലയ്ക്കാണ് 866 ഹയർ ബ്രാഞ്ച് ഓഫ് ലേണിംഗ് എന്ന പേരിൽ ഇന്നത്തെ മഹാരാജാസ് കോളേജിൽ സ്ഥാപിക്കുന്നത്. 866 ആ കോളേജിന് തറക്കല്ലിട്ടതിന് ശേഷം അന്നത്തെ മഹാരാജാവ് ആയില്യം തിരുനാൾ പറഞ്ഞു അത്രേ, തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സ്യാലൻ അളിയനോട് പറഞ്ഞു അത്രേ, തമ്പി, ഞാൻ അരാജകത്വത്തിൻ്റെ തറക്കല്ലാണ് ഇവിടെ ഇട്ടതെന്ന് തോന്നുന്നു. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം അരാജകത്വത്തിലേക്ക് നാട്ടിനെ നയിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിയതിന് അത് കുബുദ്ധി എന്ന് വേണമെങ്കിൽ നമുക്കിന്ന് പറയാം. പക്ഷേ ആ കോളേജിൽ പഠിച്ചവരാണ് പിന്നീട് തിരുവിതാംകൂറിൻ്റെ പ്രബുദ്ധതയെ ഉണർത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തിയുമില്ല. അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു GP, അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു CV, അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു സ്വദേശാഭിമാനി. പിന്നീട് പഠിച്ച പലരും വക്കീൽ പരീക്ഷ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് FA പരീക്ഷ വേണം. FA എന്ന് വെച്ചാൽ ഇന്നത്തെ ഹയർ സെക്കൻഡറിക്ക്, പഴയ പ്രീ ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള 2 വർഷത്തെ കോഴ്സായിരുന്നു FA, ഫസ്റ്റ് എക്സാമിനേഷൻ ഇൻ ആർട്സ് എന്നാണ് അതിൻ്റെ പേര്. 1905 ആയപ്പോഴാണ് ഇൻ്റർമീഡിയറ്റ് കോഴ്സായത്. അടൂർ സാറൊക്കെ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും, അതോ ഇപ്പോൾ പ്രീ യൂണിവേഴ്സിറ്റിയാണോ? ഓർമ്മയില്ല. ഇൻ്റർമീഡിയറ്റ് 56 വരെ ഇൻ്റർമീഡിയറ്റ്. 56 പ്രീ യൂണിവേഴ്സിറ്റി വന്നത്, ഒറ്റ കൊല്ലത്തെ കോഴ്സാണ്. 64 പ്രീ ഡിഗ്രി കോഴ്സ്. ഞങ്ങളൊക്കെ എൻ്റെ തലമുറയിൽപ്പെട്ടവരൊക്കെ പഠിച്ചത് പ്രീ ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കോളേജിൽ പഠിച്ചവരാണ് പിന്നെ തിരുവിതാംകൂറിനെയും പിന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രക്ഷോഭത്തെയും എന്തിന് പ്രബുദ്ധതയെയും, എൻലൈറ്റൻമെൻ്റ് എന്ന് ഇംഗ്ലീഷ് സായിപ്പ് പറയുന്ന
ആ പ്രബുദ്ധതയിലേക്ക് നയിച്ചത് ഈ കോളേജിലെ സന്തതികളാണ്. അതിന് കാരണമായിട്ട് മറ്റേ പശ്ചാത്തല സൗകര്യമുണ്ട്, അല്ലെങ്കിൽ പശ്ചാത്തലം കൂടി ഒരുങ്ങിയിട്ടുണ്ട്. 865 തിരുവിതാംകൂറിലെ ഈ സർ ടി മാധവറാവു ഈ സർക്കാർ വക ഭൂമി കൈവശം വെച്ചിരുന്ന പാട്ടക്കുടിയാന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശവും പിന്തുടർച്ചാവകാശവും കൈമാറ്റാവകാശവും കൊടുക്കുന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് പേര്. അപ്പം പിരിച്ചുവിടാൻ ഒഴിപ്പിക്കാൻ പറ്റില്ല, അവർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കൊടുത്തു. ഉടമസ്ഥാവകാശം കിട്ടിയപ്പോൾ കൈമാറ്റ അവകാശം വന്നു, ഭൂമി വിൽക്കാൻ വാങ്ങാം, ഭൂമി ചരക്കായി. സാമ്പത്തിക ശാസ്ത്രപ്രകാരം പറഞ്ഞാൽ ഭൂമി ചരക്കായി. പിന്നെ ആ ചരക്കായതാണ് പിന്നെ നമുക്ക് ചായ കുടിക്കാൻ കാരണം. തിരുവിതാംകൂറിലെ ഭൂമി, സർക്കാർ ഭൂമി വിൽപ്പന ചരക്കായതുകൊണ്ടാണ് 1879 പൂഞ്ഞാർ കോവിലകം വരുന്ന 3000 ഏക്കർ ഭൂമി ഞാൻ ഇവിടെ നേരത്തെ ദിവാനായിരുന്ന മൺട്രോയുടെ പൗത്രൻ മൺട്രോ വിലയ്ക്ക് വാങ്ങുകയും 1 സെൻറ്റിന് 4 ക്രമത്തിൽ അവിടെ ആ 3000 ഏക്കർ ഭൂമി വനഭൂമി വെട്ടി വെളിവാക്കി ചൈനയിൽ നിന്ന് ആസാം വഴി പിന്നെ നീലഗിരി വഴി എത്തിയ ഒരു ചെടി അവിടെ കൊണ്ടുവച്ച് നടുകയും അത് തളർത്തു വന്നപ്പോൾ അതിൻ്റെ തളിരിലയ്ക്ക് കൊളുന്ത് എന്ന് പേരിട്ട് അത് പറിച്ച് ഉണക്കി വാട്ടി ഉണക്കി പൊടിച്ച് അരിച്ച് തിളച്ച വെള്ളത്തിലിട്ട് പാലോ പഞ്ചസാരയോ ചേർത്ത് ചേർക്കാതെയും കഴിച്ചാൽ ഉന്മേഷം കിട്ടുമെന്ന് മുതലാളി സാഹിബ് പറയുകയും നമ്മൾ ഇപ്പോഴും കഴിച്ച് ഉന്മേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് ചൈനയിൽ നിന്ന് വന്നതാണ്. ചൈനയിലെ ഷാങ്ഹായിലൊരു ടീ മ്യൂസിയം ഉണ്ട്, വ്യത്യസ്ത ഇനത്തിലുള്ള ടീ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചേർക്കുന്ന കളർ ചേർത്ത് വരുന്ന ചായയാണ്, അത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇത് ദാഹനാശിനിയല്ല, ദാഹശമിനിയല്ല, അല്ലെങ്കിൽ പിന്നെ രോഗ നിവാരണിയല്ല, പാപനാശിനിയുമല്ല. പക്ഷേ എങ്കിലും നമ്മൾ ശീലം കൊണ്ട് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ മാറ്റം വന്നപ്പോൾ, ഭൂമിയിൽ ഉടമസ്ഥാവകാശം ചില ആൾക്കാർക്ക് കിട്ടിയപ്പോൾ, അവർക്ക് സാമ്പത്തിക മിച്ചം കിട്ടിയപ്പോൾ, ആ മിച്ചം കൊടുത്ത് പള്ളിക്കൂടത്തിൽ പഠിക്കാനുള്ള ശേഷി ഉണ്ടായപ്പോൾ, അങ്ങനെ ശേഷി ഉണ്ടായി പഠിച്ചു വന്നവരൊക്കെ തന്നെ പാശ്ചാത്യ രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടി പൗരസ്ത്യതയിലുള്ള ആശയങ്ങളും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പുതിയൊരു ബോധമുണ്ടായി. അവരൊരു പുതിയ വർഗമായി, വർഗമെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, മാർക്സിയൻ രീതി അനുസരിച്ച് മധ്യവർഗം, ഒരു പുതിയ വർഗം, എൻലൈറ്റൻ മിഡിൽ ക്ലാസ്, ഒരു പ്രബുദ്ധരായ മധ്യവർഗം വളർന്നു വന്നു. ആ മധ്യവർഗമാണ് തിരുവിതാംകൂറിനെ മുന്നോട്ട് നയിച്ചത്. കോളേജിൽ പോയിട്ടില്ല, ബിരുദധാരി അല്ലെങ്കിലും ചട്ടമ്പി സ്വാമിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങളെ ജനങ്ങളിൽ എത്തിച്ചതും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതും ആരാണ്? ഈ അഭ്യസ്തവിദ്യരായ മിഡിൽ ക്ലാസ്സാണ്. പൽപ്പു, കുമാരനാശാൻ, അല്ലെങ്കിൽ CV കുഞ്ഞിരാമൻ, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, C കൃഷ്ണൻ നായർ, CV രാമൻ പിള്ള, സ്വദേശാമാനി രാമകൃഷ്ണ പിള്ള, ഇവരൊക്കെ തന്നെ ഈ പ്രബുദ്ധതയുടെ വക്താക്കളാണ്. സാമ്പത്തികമായിട്ട് ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം, സവർണനായിരിക്കാം, പക്ഷേ ദരിദ്ര വിഭാഗത്തിൽ, അതെല്ലാ ഭാഗത്തിലും അന്ന് ദരിദ്രന്മാരും സമ്പന്നരും ഉണ്ടായിരുന്നു. സവർണന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷേപിക്കുന്ന ബ്രാഹ്മണർ പരമദരിദ്രരുണ്ടായിരുന്നു. കണ്ണീരും ഗ്രാവവും എന്നുള്ള PT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ വായിച്ചാൽ മനസ്സിലാകും. ഈ പിന്നെ മുറജപക്കാലത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ ഊണ് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഭീമാകാരമായ പാത്രം, മൺപാത്രം, അതിന് തിരുവനന്തപുരത്ത് പാന എന്നാണ് പറയുക. ഇവിടെ മൺപാത്രത്തിനകത്ത് ഈ വെള്ളം മുക്കിയെടുക്കാൻ ആക്കില്ല, വലിയ പാനയാണ്. അപ്പോൾ ആലിബാബയിൽ 40 കള്ളന്മാർ ഒളിച്ചിരുന്നവർ വലിയ വലിപ്പമുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കുതിരമാളികയിലെ മ്യൂസിയത്തിനകത്തുണ്ട് ആ വലിയ കലം. ബനവരം കൊട്ടാരത്തിൽ പോയാൽ അത്തരത്തിലുള്ള കലങ്ങൾ കാണാം, വലിയ ഭാരം. അതിനകത്ത് ഒരു നമ്പൂതിരിക്കുട്ടി ഇറങ്ങി നിന്ന് ചിരട്ടയിലെ വെള്ളം കോരി പുറത്ത് കൊടുക്കും കൈ കഴുകാൻ. ഈ ഊണ് കഴിച്ചിട്ട് ഒരു ഏമ്പൊക്കെ വിട്ട് വരുന്ന ബ്രാഹ്മണർക്ക് കൈ കഴുകാനുള്ള വെള്ളം അകത്തിറങ്ങി നിൽക്കുന്ന ഒരു നമ്പൂരിക്കുട്ടിയായിരിക്കും കോഴി കൊടുക്കുന്നത്. അവന് പുറത്തേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് മലമൂത്ര വിസർജനം അതിനകത്ത് തന്നെ എന്നാണ് VT എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കണ്ണീരും ഗ്രാമം ഒരിക്കൽ കൂടെ അന്നത്തെ കാലത്തേക്ക് തിരിച്ചു കൂടെ, അന്നത്തെ ഒരു സ്ഥിതി. അപ്പോൾ ഈ നമ്പൂരിക്കുട്ടി ആരാ? സവർണനാണ്, പരമദരിദ്രനാണ്. പട്ടിണി സഹിക്കുക വയ്യാതാണ് VT അദ്ദേഹത്തിൻ്റെ ഏതൊരു കുടുംബക്ഷേത്രത്തിൽ പൂജാരി പണിക്ക് പോയത്. പ്രബുദ്ധനാണ്. 17-ാം വയസ്സിൽ തന്നെ ഉപനയനം കഴിഞ്ഞു, ഋഗ്വേദം കാണാപ്പാടമാക്കി, മനപ്പാടമാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. പക്ഷേ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. VTക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടായിരുന്നു. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിനടുത്തുകൂടി പോയൊരു തീയാടിക്കുട്ടിയുടെ സ്ലേറ്റിൽ അവൾ എഴുതി പഠിപ്പിച്ച അക്ഷരം പഠിച്ചാണ് മലയാളം VT പഠിച്ചതും പിന്നെ കേരളത്തിൻ്റെ നവോത്ഥാന നായകനായത്, പത്രപ്രവർത്തകനായത്, അന്തഃപുരത്തിൽ കിടന്ന സ്ത്രീകളെ മുഴുവൻ അരങ്ങത്തേക്ക് കൊണ്ടുവന്ന്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവന്നതൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു പ്രബുദ്ധരായ വർഗം തിരുവിതാംകൂറിൽ വളർന്നു വന്നു. അതുകൊണ്ടാണ്
കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനത്തിലും തിരുവിതാംകൂറിന് മേൽക്കൈ കിട്ടിയത് മുന്നോട്ട് പോയി. നമ്മൾ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം നോക്കിയാൽ അത് വന്നിരിക്കുന്നത് തിരുവിതാംകൂർ പ്രദേശത്താണ്, അല്ലെങ്കിൽ തിരുക്കൊച്ചി പ്രദേശത്താണ്. അതിന് കാരണം ഇതാണ്. ആ പ്രബുദ്ധതയുടെ സന്തതിയാണ്, പ്രബുദ്ധതയുടെ പിന്നെ വക്താവുമാണ് സി.വി. രാമൻപിള്ള. മുന്നേ നയിച്ചത് ജി.പി. ആയിരിക്കാം. അപ്പം ജി.പി. അങ്ങനെ നയിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ മലയാളി എന്ന് പറയുന്ന പത്രമായിരുന്നാലും കേരള പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രമായിരുന്നാലും അതിലൊക്കെ തന്നെ പൗരാവകാശങ്ങളാണ്. പൗരം എന്നുള്ള ബോധമൊന്നുമില്ല. ഈ വെറുതെ ഒരു പ്രബുദ്ധവർഗം ഇവിടെ വളർന്നതുകൊണ്ടാണ് തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി 888 ഒരു നിയമസഭ വരുന്നത്. അതാണ് പിന്നെ ശ്രീമൂലം പ്രജാസഭയായി മാറുന്നത്. ശ്രീമൂലം പ്രജാസഭയായി 904 പരിഷ്കരണത്തിലൂടെ മാറിയ ആദ്യത്തെ കൗൺസിൽ 888 വരാൻ കാരണമെന്താ? ഈ വളർന്നു വരുന്ന പ്രബുദ്ധതയുള്ള ചെറുപ്പക്കാർ സംസ്ഥാനത്തിനകത്തെ കാര്യങ്ങൾ വെളിയിലേക്ക് എഴുതുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യയിൽ ചർച്ചയ്ക്ക് വരുന്നു, അല്ലെങ്കിൽ കൊച്ചി സീമയിൽ മലബാറിലും ചർച്ച വരുന്നു. അപ്പോൾ തിരുവിതാംകൂറിന് മോശമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് തടയിടുന്നതിന് വേണ്ടി, ഇവരെ തൃപ്തിപ്പെടുന്നതിന്, അപ്പീസ്മെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമസഭ കൊണ്ടുവന്നത്. ആ നിയമസഭ വരുന്നതിനായാലും പിന്നീട് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നതിനൊക്കെ മുൻകൈ എടുത്തത് ഈ കൂട്ടരാണ്. ജി.പി. ആണത് ഡ്രാഫ്റ്റ് ചെയ്തതെങ്കിലും അതിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയത് നമ്മുടെ സി.വി. ആയിരുന്നു. പിന്നീട് ഈ മലയാളി മെമ്മോറിയൽ ഫലിച്ചില്ല. രാജാവിനെ കണ്ടു, ദിവാനെ കണ്ടു, പക്ഷേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം നിലവിലിരുന്ന വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ, നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റാൻ അവർ തയ്യാറല്ല. അത് പിന്നീട് 924 വൈക്കം സത്യാഗ്രഹം വരുമ്പോഴും നമ്മൾ കണ്ടതാണ്. രാജാവിനെ കണ്ട്, അല്ലെങ്കിൽ അന്നത്തെ റീജൻറ്റ് റാണിയെ കണ്ട് നിവേദക സംഘം അന്നത്തെ 14 സവർണയാത കഴിഞ്ഞ് വന്നപ്പോഴും അതിനു മുമ്പ് കുമാരനാശാനും സി.വി. കുഞ്ഞിരാമനും എൻ കുമാരനുമൊക്കെ പിന്നെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം, ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദിവാൻ്റെ മറുപടി, അല്ലെങ്കിൽ റാണി മറുപടി പറഞ്ഞത്, എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് വിയോജിപ്പൊന്നുമില്ല, പക്ഷേ നാട്ടാചാരം അതായതുകൊണ്ട് അതിനെ മാറ്റാൻ പറ്റില്ല. ഗാന്ധിജി വന്ന് കണ്ടപ്പോഴും പറഞ്ഞത് തന്നെയാണ്, റീജൻറ്റ് റാണി പറഞ്ഞ അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നാട്ടാചാരം ഇതായതുകൊണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടാചാരം പ്രധാനമാണ്. ആ നാട്ടാചാരം പ്രധാനമായതുകൊണ്ട് തിരുവിതാംകൂറുകാർക്ക് ഉയർന്ന പദവിയിലെങ്കിലും ജോലി കൊടുക്കാൻ പറ്റില്ല. ഗുമസ്തപ്പണി കൊടുക്കാം, കച്ചൂർ കച്ചേരിയിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേടത്ത് കൊടുക്കാം. പക്ഷേ അങ്ങനെ ആയാലും ഈഴവരാതി പിന്നോക്ക ജാതിക്കാർക്ക് കിട്ടില്ല. ക്രിസ്തുമതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് കിട്ടും. ക്രിസ്ത്യാനിക്ക് വിലക്കില്ല. കാരണം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് LMS സഭയാണ് അന്നുള്ളത്. തിരുവിതാംകൂർ കോട്ടയം ഭാഗത്തിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് CMS സഭ, മലബാറിലത് ബേസൽ ഇവാഞ്ചലി. മലബാറിൻ്റെ കാര്യം ഇവിടെ പ്രസക്തമല്ല. CMSഉം പിന്നെ LMSഉം മദ്രാസ് ഗവൺമെൻറ്റിൽ സ്വാധീനമുള്ളവരാണ്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുത്തേ പറ്റും. അതുകൊണ്ട് രാജാവ് ക്രിസ്ത്യാനിയൊക്കെ കൊടുക്കും, പക്ഷേ ഈഴവരാതി പിന്നോക്ക ജാതിക്കാർക്ക് കൊടുക്കില്ല. അങ്ങനെ അല്പാൽപ്പം കൊടുത്തു തുടങ്ങിയപ്പോൾ ഉള്ള വൈതരണി, ആ പ്രതിസന്ധിയിൽ നിന്നാണ് പിന്നെ ഈഴവ മെമ്മോറിയൽ ഉണ്ടാകുന്നത്. ആ ഈഴവ മെമ്മോറിയൽ ഉണ്ടായതും മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയവരുടെ പിന്തുണയോടുകൂടിയാണ്. കാരണം മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ ഒറ്റ കൊട്ടയ്ക്കകത്തിട്ട് നമ്മൾ കൊണ്ടുപോയാൽ ഓരോരുത്തർക്കായിട്ട് നഷ്ടപ്പെടും. കാരണം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മലയാളി മെമ്മോറിയൽ ആവശ്യപ്പെട്ട് ഞങ്ങൾ കൊടുത്തല്ലോ എന്ന് പറയും. പക്ഷേ പിന്നോക്ക ജാതിപ്പെട്ടവർക്ക് കിട്ടില്ല. അതുകൊണ്ട് പിന്നോക്ക ജാതിക്കാർ പ്രത്യേക നിവേദനം കൊടുക്കണമെന്ന് തീരുമാനമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് ഈഴവ മെമ്മോറിയൽ വരുന്നത്. അപ്പോൾ അതിനൊക്കെ പിന്തുണ ഈ പ്രബുദ്ധരായ വർഗം തന്നെയാണ് കൊടുത്തിരുന്നത്. നമുക്കറിയാമല്ലോ, പിന്നീട് ഈ ക്ഷേത്രപ്രവേശനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാര്യത്തിലായിരുന്നു, വഴിനിറക്കൽ സമരത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഈ പിന്നോക്ക ജാതിക്കാരോടൊപ്പം പ്രവർത്തിച്ചത് ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട പ്രബുദ്ധരായ മധ്യവർഗമാണ്. സവർണജാഥ നയിച്ചത് ഗാന്ധിജി പറഞ്ഞിട്ടാണെങ്കിൽ പോലും അതിൻ്റെ നായകസ്ഥാനത്തുണ്ടായിരുന്ന മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയൊക്കെയാണ്. 100 പേര് വെച്ച് വൈക്കത്ത് തുടങ്ങിയത് തിരുവനന്തപുരത്തെത്തിയപ്പോൾ 20,000-ൽ പരം പേരുണ്ടായിരുന്നു എന്നാണ്. അത്രയും പേര് ഒപ്പിട്ട നിവേദനമാണ് റീജൻറ്റ് റാണിക്ക് സെഗ്മെൻറ്റ് കൊട്ടാരത്തിൽ കൊണ്ടുപോയി, പൂജപ്പുര കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ ഈ പൗരാവകാശം ഒരു പ്രധാനപ്പെട്ട അവകാശമാണ് എന്ന് അഭ്യസ്തവിദ്യരുടെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് അതിനൊരു പ്രക്ഷോഭത്തിൻ്റെ രൂപമുണ്ടായത്. പിന്നീട് അത് സിവിക് റൈറ്റ് മുതൽ പൗരാവകാശ പ്രക്ഷോഭം എന്ന പേര് ശക്തിപ്പെട്ടു സി.വി. കുഞ്ഞിരാമൻ്റെയൊക്കെ നേതൃത്വത്തിൽ. അത് പിന്നെ 932 നിവർത്തന പ്രക്ഷോഭത്തിലേക്ക് വികസിക്കുകയും ചെയ്തു. ഇവിടെ സി.വി.യുടെ റോൾ എന്താ? സി.വി. രാമൻപിള്ള റോൾ എന്താ? അദ്ദേഹം ഈ നമ്മുടെ ബാരിസ്റ്റർ ജി.പിയുടെ അല്ലെങ്കിൽ സ്വാധീനത്തിൽ പെട്ടിട്ടാണെങ്കിലും പത്രപ്രവർത്തനത്തിലൂടെ, അത് പത്രപ്രവർത്തനം വായനക്കാർ കുറവാണ്, കാരണം എഴുത്തും വായന അറിയുന്നവരുടെ എണ്ണം കുറവാണ്, അച്ചടിക്കുന്ന രീതി കുറവാണ്, എത്തിച്ചു കൊടുക്കാൻ പ്രയാസമുണ്ട്, അങ്ങനെയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിലൂടെ ചർച്ച ചെയ്ത് എത്തിക്കുന്ന കാര്യം തിരുവിതാംകൂറുകാർക്ക്
ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ്, ഇതാണ് GP-യുടെ പ്രമേയം. അത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവതരിപ്പിച്ച പ്രമേയത്തിലും അത് തന്നെയായിരുന്നു. അദ്ദേഹം മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെ എഴുതിയതും ഗാന്ധിജിക്കും സർവോദാ മേധയ്ക്കും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വില്യം എവേർട്ട് ഗ്ലാഡ്സൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഗ്ലാഡ്സണുമായിട്ടുള്ള കത്തിടപാടിലും ഒക്കെ തന്നെ ഇത് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ പ്രതിധ്വനി തിരുവിതാംകൂറിൽ പ്രദർശിപ്പിച്ചത് CVയും കൂട്ടരുമാണ്. മദ്രാസ് അദ്ദേഹത്തിന് GP പലപ്പോഴും തിരുവിതാംകൂറിൽ വരില്ല, കാരണം 1-2 സന്ദർഭങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. മുഴുവൻ സമയം അദ്ദേഹം മദ്രാസിൽ തന്നെയായിരുന്നു. അഖിലേന്ത്യാ പര്യടനം, പിന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ തിരുവിതാംകൂറിൽ അത് ശക്തിപ്പെടുത്തി കൊണ്ട് നടന്നത് CVയും കൂട്ടരുമാണ്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുണ്ട്, C കൃഷ്ണൻ നായർ, മലയാളി പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്ന പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന C കൃഷ്ണൻ നായരുണ്ട്. എനിക്ക് തോന്നുന്നു അന്നത്തെ ആദ്യത്തെ നായർ സമാജം എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപകനായിരുന്നു C കൃഷ്ണൻ നായർ. അവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിലൊരു വ്യത്യാസം കൂടെ പറയേണ്ടതുണ്ട്. CVയുടെ നോവലുകളെല്ലാം വായിച്ചാൽ നമുക്കറിയാം CV രാജഭക്തനാണ്. അപ്പം രാജാവ് ചെയ്യുന്ന എന്തിനേയും CV ന്യായീകരിക്കും. അത് മാർത്താണ്ഡവർമ്മ നടത്തിയ കൊലകളൊക്കെ നമുക്കറിയാം. നമ്മൾ ഇന്ന് കൊലപാതകം നടത്തുന്ന മോശമാണ്, പക്ഷേ നമ്മൾ ഈ സാഹചര്യം അന്നത്തേക്ക് പോയി ചിന്തിക്കണം. അന്നത്തെ സാഹചര്യത്തിൽ പോയി ഈ രാഷ്ട്രീയ പ്രതിയോഗികൾ തമ്മിൽ കൊലയും അന്ന് പതിവാണ്. ഇന്ന് നമ്മൾ വിമർശിക്കുന്നുള്ളതുകൊണ്ട് വലിയ കൊലയില്ല, എന്നാലും ചിലയിടത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അന്ന് അധികാരം പിടിക്കുന്നത് എതിരാളിയെ കൊന്നിട്ട് തന്നെയാണ്. അത് നിലവിലിരുന്ന മരുമക്കത്തായത്തിന് വ്യത്യസ്തമായി ഒരു മക്കത്തായ സമ്പ്രദായം കൊണ്ടുവരണമെന്നുള്ള പഴയ രാജാവിൻ്റെ, അന്തരിച്ച രാജാവിൻ്റെ മക്കളുടെ ആഗ്രഹവും ആ മക്കളുടെ താല്പര്യത്തിനു വേണ്ടി ഇവിടുത്തെ തിരുവിതാംകൂറിലെ ഭൂപ്രഭുക്കന്മാർ 8 വീട്ടിൽ പിള്ളമാരും മാടമ്പിമാരും കൂടെ സഹായിച്ചതുമാണ് ഈ കലാപത്തിനിടെയാണ്. മാർത്താണ്ഡവർമ്മയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാർത്താണ്ഡവർമ്മയുടെ എന്ന നോവലിൽ പറയുന്നുണ്ട്. അതിനിഷ്ഠൂരമായിട്ടാണ് 8 വീട്ടിൽ പിള്ളമാരെ എല്ലാം വധിച്ചത്. ചരിത്രത്തിലുള്ളതാണ്. അത് ചരിത്രത്തിനടുത്ത് അദ്ദേഹം നോവലാക്കി മാറ്റുന്നു. എന്താ അതിൽ പറയുന്നത്? പിള്ളമാരെ കഴിവേറ്റി, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തുറയേറ്റി. ഈ തുറയേറ്റി എന്ന് വിചാരിച്ചു ചിലപ്പോൾ ഈ CVയുടെ പുസ്തകം വായിച്ചിട്ടാണ് നമ്മളിതൊക്കെ, പിന്നീടാണല്ലോ ചരിത്രമൊക്കെ വായിക്കാൻ പോകുന്നത്. പക്ഷേ പിന്നീട് ഞാൻ അന്വേഷിച്ചു, നമ്മുടെ കേരളത്തിലെ ഈ തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ ഈ ഓറൽ ട്രഡീഷൻ, ഈ വായ്മൊഴി പാരമ്പര്യം വച്ചു പുലർത്തുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. മുക്കുവ കുടുംബങ്ങൾ, ഈ മത്സ്യബന്ധന കുടുംബത്തിൽ അവർ പറയുന്നത് ഞങ്ങൾ 8 വീട്ടിൽ പിള്ളമാരുടെ പിന്മുറക്കാരാണെന്നാണ്. കാരണം ഈ 8 വീട്ടിൽ പിള്ളമാരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കടപ്പുറത്തേക്ക് തുറയൊക്കെ മുക്കൂർക്ക് വിറ്റു പിന്നീട് അവരുടെ സന്തതി പരമ്പരകളായി തീർന്നു വന്നപ്പോൾ അവർക്കും ഈ ഒരു ഓറൽ ട്രഡീഷൻ, നമ്മുടെ പിന്നെ ഓണക്കൂർ സാറിൻ്റെയൊക്കെ നാട്ടിൽ മധ്യതിരുവിതാംകൂറിൽ പറയുമല്ലോ, ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവരാണ് ക്രിസ്ത്യാനിയായെന്ന് പറയും. ഈ സിറിയൻ ക്രിസ്ത്യൻസ് പറയാറുണ്ട്. ബ്രാഹ്മണ സമൂഹമാണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പദവിയിൽ ഉയർന്നു നിൽക്കുന്ന പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ട്രഡീഷനാണോ അല്ല ഇത് പറയും, അങ്ങനെ ഒരു ട്രഡീഷൻ അവിടെ ഉണ്ട്. അപ്പോൾ മാർത്താണ്ഡവർമ്മ ചെയ്ത കൊലപാതകങ്ങളെല്ലാം ശരിയാണ് രാജസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി. പിന്നീട് വരുന്നവരോ അവിടെ ടിപ്പുവിനെ കൊലയാളിയായിട്ട് കാണുന്നു, മൈസൂർ സുൽത്താനെ കൂടെ ഇവിടുത്തെ കുറേ പട്ടാളക്കാരെ കുറിച്ച് പറയുന്നു. അപ്പോൾ രാജഭക്തി അദ്ദേഹം വിട്ടുപോയില്ല, പക്ഷേ ഭരണത്തിലെ അഴിമതി അധികം ശക്തമായി എതിർത്തു. അതാണ് ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. ഭരണരംഗത്തെ അഴിമതിയെ അതിനിശ്ചിതമായി എതിർക്കുകയും അതിന് പരിഹാരമുണ്ടാകുന്നതിന് അന്നത്തെ കാലത്ത് ജനകീയ പ്രക്ഷോഭം എന്നുള്ള പുതിയ സങ്കല്പനം തിരുവിതാംകൂറിൽ വരികയാണ്. ഈ പബ്ലിക് ഡിസൻറ്റ് എന്ന് പറയുന്ന പൊതുജനങ്ങളുടെ എതിർപ്പ്, പരാതി എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അറിയിക്കുക, ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപക്ഷെ തിരുവിതാംകൂറായിരിക്കും ആദ്യം വരുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പിന്നീട് 1921 തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കുന്നത്. ഈ കോളേജിലെ കുട്ടികൾ പഠിപ്പ് മുടക്കി, ഫീസ് വർധനയ്ക്കെതിരായിട്ടാണ്. അപ്പോൾ അന്ന് അതിശക്തമായിട്ടാണ്, കാരണം 3 കുട്ടികൾ അതിൽ കൊല്ലപ്പെട്ടു, 4 സാറുമാർക്ക് അടികൊണ്ടു, കുതിരപ്പട്ടാളം വന്ന് ഇടിച്ച് നിരത്തി കോളേജിനകത്തേക്ക്. അപ്പോൾ അത്രയ്ക്ക് ശക്തമായൊരു പ്രക്ഷോഭം ഒന്ന് വരുന്നതെങ്കിൽ ആ കുട്ടികളെ ഇളക്കി വിട്ടതാര്? ഇളക്കി വിട്ടെന്ന് വെച്ചാൽ ആരെങ്കിലും, ഞാൻ പ്രേരണ കുറ്റമല്ല, കോൺസ്പിറസി അബറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ IPC വകുപ്പല്ല ഞാൻ പറയുന്നത്. ആ കുട്ടികൾ കൗമാരപ്രായക്കാരായ ആ കുട്ടികൾക്ക് അത്തരത്തിലൊരു ചോദന ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അന്നത്തെ പത്രക്കാരും പത്രപ്രവർത്തകരും ആ പത്രപ്രവർത്തകരിലൂടെയും പത്രവായനയിലൂടെയും കോളേജിനകത്തുള്ള അധ്യാപകരും ആ അധ്യാപകരിൽ നിന്ന് പകർന്നു കിട്ടിയ ബോധം കുട്ടികളിലും എത്തിയത് കൊണ്ടാണ്. അങ്ങനെ അധ്യാപകരിൽ നിന്നുള്ള ബോധം ഞങ്ങൾക്ക് പകർന്നു കിട്ടിയതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ പരുവത്തിലായത്. ഞങ്ങൾ കോളേജ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചൊന്നുമല്ല പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലായിരുന്നു. ഫസ്റ്റ് ലാംഗ്വേജിനും സെക്കൻഡ് ലാംഗ്വേജിനും മാത്രമേ ടെക്സ്റ്റ് ബുക്കുള്ളൂ. ബാക്കി ഞാൻ ചരിത്രമാണ് പഠിച്ച, ചരിത്രത്തിന് ടെക്സ്റ്റ് ബുക്കൊന്നുമില്ല. വായനാ പുസ്തകങ്ങൾ, അധിക വായനയ്ക്കുള്ള പുസ്തകങ്ങൾ സാറുമാർ ക്ലാസ്സിൽ ലെക്ചറിങ് ആണ്. പ്രൊഫസർ എന്ന് ലെക്ചറർ എന്നാണല്ലോ പേര്, ടീച്ചർ എന്നല്ലല്ലോ കോളേജിൽ പറയുന്നത്. അവർ പ്രൊഫസർമാരും ലെക്ചർമാരും അങ്ങനെ പ്രസംഗിക്കുന്നു, നമ്മൾ കയറി കുഴപ്പമുണ്ടാക്കുന്നു, ചർച്ചയാകുന്നു, പൊതു ചർച്ചയിലൂടെയാണ് കോളേജ് ക്യാമ്പസിലേക്ക്
വിശ്വസാഹിത്യത്തിലെ പ്രതിഭകളെല്ലാം ഇറങ്ങി വരുന്നു. ഫിഡൽ കാസ്ട്രോ ഇറങ്ങി വരുന്നു, ബൊളിവിയൻ കാടുകളിലെ ചെഗുവേര ഇറങ്ങി വരുന്നു, വിയറ്റ്നാം യുദ്ധം വരുന്നു, ഹംഗറിയിലെ സമരം വരുന്നു, ചെക്കോസ്ലോവാക്യൻ സമരം വരുന്നു, സോവിയറ്റ് ടാങ്ക് നീങ്ങുന്ന കാര്യം വരുന്നു, വിയറ്റ്നാമിൻ്റെ ഏകീകരണം വരുന്നു, ഹിപ്പീസം വരുന്നു. അന്നത്തെ കഥകളിലെല്ലാം പിന്നെ ഇന്നിപ്പോൾ പരസ്യമായിട്ട് പറയാൻ പാടാത്ത ചരസും ഭാങ് വെല്ലസ്ലയും മാരി യുവാനയും കഴിച്ച് കറങ്ങി തിരിഞ്ഞിറങ്ങുന്ന കുട്ടികളെക്കുറിച്ച് കഥകളുണ്ട്. കെ പി നിർമ്മൽകുമാറിൻ്റെയും ഒക്കെ ഒരുപാട് കഥകൾ അങ്ങനെ വരും. അതൊക്കെ നമ്മുടെ കോളേജ് ക്യാമ്പസിലേക്ക് വരുന്ന അധ്യാപകരിൽ നിന്നാണ്. അത്രയ്ക്ക് പ്രബുദ്ധരായിരുന്നു അന്നത്തെ അധ്യാപക സമൂഹം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വഴിതെറ്റിപ്പോയത്. ഓണക്കൂർ സാറും ഞങ്ങളൊക്കെ വഴിതെറ്റിപ്പോകാൻ കാരണം എന്താ? ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞാൽ തൻ്റെ അന്നത്തെ അധ്യാപകർ ഞങ്ങളോട് പറഞ്ഞു തന്നുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു അധ്യാപന രീതി ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പള്ളിക്കൂടത്തിലാണോ എന്ന് വെച്ചാൽ ഒട്ടുമില്ല. ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച കാലത്ത് സ്വതന്ത്ര ഫ്രീ ബേഡ്സ് ആയിരുന്നു. ചിത്രശലഭങ്ങളെപ്പോലെ പാറി നടന്ന ആ ക്യാമ്പസ് കൗമാരപ്രായക്കാരെ ഇന്നിപ്പോൾ ക്ലാസ് മുറിയിൽ അടച്ചിട്ടിരിക്കുക, ഹയർ സെക്കൻഡറി എന്ന പേരിൽ. കൗമാര കേരളം തടവറയിലാണ്. കൗമാര കേരളം തടവറയിലാണിപ്പോൾ. അവരെ തുറന്നു വിടണം. അവർ പറയുക വിട്ടയക്കുക, കൂട്ടിൽ നിന്ന് ഞങ്ങളെ ഒട്ടു വാനിൽ പറന്ന് കിടക്കട്ടെ എന്ന് 16ഉം 17ഉം വയസ്സുള്ള കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കെട്ടുകണക്കിന് പുസ്തകം വാങ്ങി അലമാരി വെച്ചിട്ടുണ്ട്. അത് കെട്ടായിരിക്കും, പട്ടി അവല് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്നതല്ലാതെ എടുത്തു കൊടുക്കാൻ ലൈബ്രറിയൻ ഇല്ല. ഞങ്ങളൊക്കെ പഠിച്ച കോളേജിൽ ആദ്യം പോകുന്ന ലൈബ്രറിയനാണ്. ലൈബ്രറിയിലാണ് പോകുന്നത്. വായിക്കാനുള്ള പത്രങ്ങളുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. ലൈബ്രറിയൻ ഇല്ല. കളിക്കളമില്ല. ഞങ്ങളൊക്കെ ഓടിച്ചാടി കളിച്ച കലോറി കത്തിച്ച് തീർത്ത മുഴുവൻ കളിക്കളത്തിലായിരുന്നു. ആ കളിക്കളം ഇന്നില്ല. സംവാദമില്ല. ഏത് അക്ഷരശ്ലോകം അവിടെ നടത്താൻ, ഏത് പ്രസംഗം നടത്താൻ? അതൊക്കെ യുവജനോത്സവത്തിലെ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പരിശീലിപ്പിച്ച് പ്രസംഗിച്ചു അവാർഡ് നേടുന്നു എന്നുള്ളതല്ലാതെ അത്തരത്തിലൊരു സംവിധാനം അവിടെ ഇല്ല. പക്ഷേ പഴയ കാലത്ത് അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേരളം പ്രബുദ്ധമായിട്ട് മുന്നോട്ട് പോയതും കേരളത്തിലെ ക്യാമ്പസ് വികസിച്ചതും ആ ക്യാമ്പസ് ഇന്ന് കേരളത്തെ ഭരിക്കുന്നതും. ഭരിക്കുന്നത് വെച്ചാൽ മന്ത്രിമാരും നിയമസഭാ മെമ്പേഴ്സുമാരും മാത്രമല്ല, നമ്മളൊക്കെ അതിൻ്റെ ഉൽപ്പന്നങ്ങളല്ലേ. ഉദ്യോഗസ്ഥന്മാരാര്, അധ്യാപകരാര്, വക്കീലന്മാരാര്, അഭിഭാഷകന്മാരാര്, രാഷ്ട്രീയ പ്രവർത്തകന്മാരാരാണ്? അവരൊക്കെ ഈ ക്യാമ്പസിൽ നിന്ന് വന്നവരാണ്. ആ ക്യാമ്പസിൻ്റെ തുടക്കം ഇവിടെ മഹാരാജാസ് കോളേജിൽ നിന്നാണ്. അതിൻ്റെ ആദ്യത്തെ ഉൽപ്പന്നങ്ങളാണ് പിന്നെ ബാരിസ്റ്റർ GPയും CV യും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയൊക്കെ തന്നെ. CV-യുടെ ഈ രാജഭക്തിയാണ് സ്വദേശാഭിമാനിയെ പിന്തുണയ്ക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നാട് കടത്തലിനെ പരസ്യമായി എതിർക്കാൻ CV തയ്യാറായില്ല. കാരണം ഒരു ഭാഗത്ത് രാജഭക്തി, മറുഭാഗത്ത് ഭരണത്തിലെ അഴിമതിയെ എതിർക്കുന്നു, പക്ഷേ രാജഭക്തി നിലനിർത്തുന്നു. സ്വദേശാഭിമാനിയോ അഴിമതിയെയും എതിർക്കും, ഉദ്യോഗസ്ഥന്മാരെ എതിർക്കുന്നു, രാജാവിനെ എതിർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ മുഖപ്രസംഗമുണ്ട്. അടുത്ത പിന്നെ കർമ്മത്തിന് തിരുവനന്തപുരത്ത് വരുന്ന നഗരവാസികൾ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും പടിഞ്ഞാറോട്ട് ശംഖുമുഖത്തേക്ക് പോകുന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരുവശത്ത് ഉയർന്നു നിൽക്കുന്ന മണിമാളികൾ കണ്ട് അമ്പരക്കും. ഇതാരുടെ വകയാണെന്ന് അവർ അന്വേഷിക്കും. അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലാകും അത് ശങ്കരൻ തമ്പി, ശരവണ മുതലായ ആൾക്കാരുടെ വകയാണെന്ന്. അപ്പോൾ ശങ്കരൻ തമ്പിക്കും ശരവണയ്ക്കുമൊക്കെ ഇത്തരത്തിൽ കൊട്ടടങ്ങൾ പണിയാനുള്ള പണം എവിടെ നിന്ന് കിട്ടി എന്നവർ അന്വേഷിക്കും. അപ്പോൾ പറയും അത് രാജകൊട്ടാരത്തിൽ നിന്ന് കിട്ടിയതാണെന്ന്. അപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്ന് ഇഷ്ടം പോലെ പണമെടുത്ത് ചിലവാക്കാൻ തിരുവിതാംകൂറിൻ്റെ ഖജനാവ് പൊന്നുതമ്പുരാൻ്റെ തറവാട്ട് സ്വത്തല്ല. ഇതാണ് സ്വദേശാമൻ്റെ എഴുത്ത്. അങ്ങനെയുള്ള നാട് കിടത്താതെ പിന്നെ എന്ത് ചെയ്യും? തിരുവിതാംകൂർ ഖജനാവ് പൊന്നുതമ്പുരാൻ്റെ തറവാട്ട് സ്വത്തല്ല. കാരണം രാജഭരണത്തെ എതിർക്കുകയാണ്. അദ്ദേഹത്തിന് രാജഭക്തിയില്ല, ഭരണത്തിലെ അഴിമതിയെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ CV തിരിച്ചാണ്. ഭരണത്തിലെ അഴിമതിയെ എതിർക്കുന്നു, തിരുവിതാംകൂറുകാർക്ക് അവകാശം കിട്ടണം, അഭ്യസ്തർക്ക് ജോലി കിട്ടണം, ആനുപാതികമായിട്ട് എല്ലാ വിഭാഗത്തിനും കിട്ടണം. അവിടെ ജാതി വ്യത്യാസം പറയുന്നില്ല, എല്ലാ വിഭാഗത്തിനും കിട്ടണം. പക്ഷേ രാജഭരണം തുടരണം എന്ന് വെച്ചാൽ അന്നത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിലനിൽക്കുന്ന വിക്ടോറിയൻ യുഗത്തിൻ്റെ സന്തതിയാണ് CV. വിക്ടോറിയൻ ശൈലിയാണ്, വാൾട്ടർ സ്കോട്ടിൻ്റെ ശൈലിയാണ്, അല്ലെങ്കിൽ വിക്ടോറിയൻ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി. മലയാളത്തിലാണെങ്കിൽ പോലും ആ ശൈലിയിൽ നിലനിൽക്കുന്നത് ഈ ചില്ലി ശങ്കാരനാഥ മണ്ഡിതം, സിംഹവ്യാഖ്യാതികൾ നടക്കുന്ന കാലം. അന്നത്തെ മിക്കവാറും ചരിത്ര നോവലുകൾ അത് കാണാം. പിന്നീട് അക്ബർ എഴുതിയപ്പോൾ വലിയ കോയിത്തമ്പുരാൻ്റെ അക്ബർ എന്നൊരു ചരിത്ര നോവലുണ്ട്. അതിലും ഇങ്ങനെയാണ്, ഉഗ്രഭാസ്കരൻ എന്നാണ്, ചൂട് കൂടുതലെന്ന് പറഞ്ഞാൽ മതി, പക്ഷേ ഉഗ്രഭാസ്കരൻ്റെ താപം സഹിയാതെ എന്നൊക്കെയാണ് എഴുതുന്നത്. പിന്നീട് അപ്പൻ തമ്പുരാൻ്റെ ഭൂതരായരിലും വരുന്നുണ്ട്. കല്ലുകരുടെ കാഞ്ഞരം കുറ്റി, മുള്ളുമരുടെ മൂർക്കം പാമ്പെന്ന് തുടങ്ങിയ പദപ്രയോഗമൊക്കെ അവിടെ വരുന്നത്. ഒരു CV-യുടെ ഒരു പരകായ പ്രവേശമാണ് ആ നോവൽസ് സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വിക്ടോറിയൻ ശൈലിയുടെ ആണ്. എന്താ വിക്ടോറിയൻ ശൈലി? ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഭരണവും പ്രതിപക്ഷവും അംഗച്ചേകവന്മാരെ പോലെ ഏറ്റുമുട്ടും. പക്ഷേ അവർ രണ്ടു കൂട്ടരും രാജഭരണം തുടരണം എന്നാഗ്രഹിച്ചു. അതുകൊണ്ടല്ലേ ഇപ്പോഴും രാജഭരണം ബ്രിട്ടനിൽ തുടർന്നു. ലിമിറ്റഡ് മൊണാർക്കി എന്ന് പറയുന്ന, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്ന, ജനസഭകളാൽ നിയന്ത്രിക്കപ്പെടുന്ന രാജവാഴ്ച. അവിടെ ഇരുന്ന് ഒരു ഉപദ്രവവും ഇല്ല. അവിടെ ഇരുന്നോട്ടെ, ഭരിച്ചോട്ടെ.
അവർക്കൊരു സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കുന്നതല്ലേ ഉള്ളൂ. കുതിര കെട്ടി രഥത്തിൽ വലിച്ചുകൊണ്ട് പോകാൻ സൗകര്യം കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. പ്രത്യേക കൊട്ടാരം ഏർപ്പാടാക്കണമെന്നല്ലേ ഉള്ളൂ. നടന്നോട്ടെ, ബാക്കി ഞങ്ങൾ ഭരിച്ചോളാം എന്നുള്ള ആ വിക്ടോറിയൻ ശൈലിയുടെ ആ ഒരു സ്വാധീനം CV-യുടെ ജീവിതത്തിലും അല്ലെങ്കിൽ പൊതു പ്രവർത്തനത്തിലും അതുകൊണ്ടാണ് രാജഭരണത്തിലെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലെ അഴിമതിയെ നഖശികാന്തം എതിർക്കുമ്പോൾ തന്നെ രാജാവിനെ അല്ലെങ്കിൽ രാജഭക്തനായിരുന്നു അദ്ദേഹം. ആ രാജഭക്തി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉടനീളം കാണാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അത് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു, സമയം കുറച്ചായി. CV എന്ന് പറയുന്ന വ്യക്തിക്ക് ബഹുമുഖ പ്രതിഭയാണ്. ആ ബഹുമുഖ ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നതാണ്, എല്ലാവർക്കും ബഹുമുഖ പ്രതിഭയാണെന്ന് നമ്മൾ പറയും. അതല്ല, അത് ആ അർത്ഥത്തിലല്ല, അക്ഷരാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഖ്യായികാരൻ, നാടകകൃത്ത്, നടൻ, സംവിധായകൻ, ശൈലീ വല്ലഭൻ, പത്രപ്രവർത്തകൻ, അതേപോലെ ഈ പൗരാവകാശ പ്രക്ഷോഭകൻ. അപ്പം നാനാ മേഖലകൾ കൈവച്ച അസാധാരണ പ്രതിഭയായിരുന്നു അദ്ദേഹം. ആ പ്രതിഭയിൽ നമ്മളൊരിക്കൽ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സാഹിത്യ സംഭാവനകളെക്കുറിച്ച് മാത്രമേ പലപ്പോഴും പരാമർശിക്കപ്പെടാറുള്ളൂ. അതല്ല CV-ക്ക് അന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് ആ കാലത്തിലേക്ക് ചെന്നാണ്. കാലവും വ്യക്തിയും കൃതിയും ഒരുമിച്ച് നിൽക്കുന്നതാണ്. കാലവും വ്യക്തിയും കൃതിയും ഒരുമിച്ച് നിൽക്കുന്നതാണ്. ആ കാലഘട്ടത്തിലേക്ക് പോയി അന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം ആരെ CV-യെ മാത്രമല്ല ഏത് സാഹിത്യകാരനെയും ഏത് പ്രക്ഷോഭകനെയും അല്ലെങ്കിൽ ഏത് പ്രവർത്തകനെയും നമ്മൾ അങ്ങനെ വേണം വിലയിരുത്തേണ്ടത്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ CV-യുടെ സംഭാവനകൾ നമ്മൾ ആ രൂപത്തിൽ കൂടി കാണേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടും, ഇവിടെ ആറയൂർ ഇപ്പോൾ തർക്കത്തിൽ കിടക്കുന്ന ഭൂമിയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒന്നുമില്ല. അല്ല, നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ഒരു സ്മാരകം, കാരണം ഒരുപാട് പേർക്ക് നമ്മൾ സ്മാരകം പണിയുന്നുണ്ട്. സ്മാരക സമുച്ചയങ്ങളാണ് ഇപ്പോൾ നമ്മൾ സാംസ്കാരിക സമുച്ചയങ്ങളാണ് ജില്ലയിൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ട്. അത് ഈ മൺമറഞ്ഞു പോയ ആൾക്കാരെയൊക്കെ, കാരണം ഇദ്ദേഹത്തെ പിന്നെ ഏറ്റെടുക്കാൻ ഒരു ജാതി സംഘടന ഇല്ലാത്തതൊരു ദോഷം വന്നിട്ടുണ്ട്. പച്ചയ്ക്ക് പറയുന്നതിൽ ശ്രമിക്കുക. ഇപ്പോൾ എന്ത് കേരളത്തിൽ പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ വെച്ച് വിലപേശാൻ ഒരു ബ്ലാക്ക് മെയിലിങ്ങുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെ ഒരാളില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, ചട്ടമ്പി സ്വാമിയുടെ ചരമ സമാധി ശതാബ്ദിയാണ് 24 മെയ് 5. ചട്ടമ്പി നമ്മുടെ NSSകാരും പിന്നെ ചില സംഘടനകളും കൂടി ചേർന്ന് പലയിടത്തുമൊക്കെ നടത്തി. ചട്ടമ്പി സ്വാമിയുടെ ജ്ഞാന നവോത്ഥാനത്തെക്കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കാനോ പ്രമേയം അവതരിപ്പിക്കാനോ ആ തരത്തിൽ ഒരു ചർച്ച ഉണ്ടാക്കാനോ നമുക്ക് സാധിച്ചില്ല. അതെ, അത് കേട്ടോ, അതെ, അങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വേദാധികാര തീരുമാനം പോട്ടെ, അതിനേക്കാൾ പ്രധാനം പ്രാചീന മലയാളം എന്നുള്ള ഒറ്റ കൃതി മതി ഈ കേരളോൽപ്പത്തിയെ പൊളിച്ചെടുക്കാൻ. അതിൽ പറഞ്ഞ പലതും നമ്മൾ ഇന്ന് പറഞ്ഞ തല്ല് കിട്ടും. പരശുരാമൻ ചിലപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ടാവാം. അദ്ദേഹം കേരളത്തിൻ്റെ തീരത്തൂടെ ഇങ്ങനെ വരുമ്പോൾ കുറേ മുക്കുവന്മാരിരുന്ന് തങ്ങളുടെ മീൻ പിടിക്കാൻ പോയ വല, പൊട്ടിപ്പോയ വല കൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നൊരു ചരട് അദ്ദേഹം വലിച്ചെടുത്ത് അവിടെ ഇരുന്നവൻ്റെ മാറത്തിങ്ങനെ വിലങ്ങനെ കെട്ടിയിട്ട് നീ ബ്രാഹ്മണനാന്ന് പറഞ്ഞു എന്നാണ്. നിങ്ങൾ പ്രാചീന മലയാളം എന്ന കൃതി വായിക്കുക. അപ്പോൾ കേരളത്തിലെ ബ്രാഹ്മണരെന്ന് പറയുന്നത് മുക്കുവർക്ക് ഈ ക്രോസ് ബെൽറ്റ് ഇട്ടപ്പോൾ കിട്ടിയതാണെന്നാണ്. ഇന്ന് പറഞ്ഞാലോ? അപ്പോൾ അതിനെ പൊളിച്ചെടുക്കാൻ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അത് സൈദ്ധാന്തികമായിട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സന്യാസിമാർക്കുണ്ടാകുന്ന യുക്തിബോധം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരോ യുക്തിവാദി സംഘത്തിലുള്ളവർക്കോ ഇല്ല. അപാരമായ യുക്തി വെച്ചിട്ടല്ലേ. ശ്രീനാരായണഗുരുവിൻ്റെ സംഭാഷണങ്ങൾ വായിച്ചു നോക്കൂ. ക്രിസ്തുമതക്കാരുമായിട്ടും ഇസ്ലാം മത വിശ്വാസം തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധമതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് CV കുഞ്ഞിരാമനായിട്ട് ദീർഘമായൊരു സംഭാഷണമുണ്ട് അദ്ദേഹത്തിൻ്റെ. അതിലൊക്കെ യുക്തിയാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ആ യുക്തി പ്രയോഗിച്ചാൽ മാത്രമേ നമ്മളെ നാട് നന്നാവൂ. എന്തിനാന്ന് ചോദിച്ചാൽ ആ യുക്തിയാണ് നമ്മൾ പറയേണ്ടത്. ആ യുക്തി ഇല്ലാതെയാണ് പലപ്പോഴും കോടതി പോലും പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ കോടതിയുടെ സമാനമായ അധികാരമുള്ള ചില സ്ഥാപനങ്ങളും പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ സാറിൻ്റെ നാട്ടിൽ അടൂർ, പത്തനംതിട്ട ജില്ലയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആകാശത്തേക്ക് പറത്തി ഉയർത്തിയൊരു പറവക്കാവടിക്കാരൻ്റെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞ് വഴുതി താഴെ പോന്നു. ഭാഗ്യവശാൽ ആ കുഞ്ഞിനെ താഴെ നിന്ന് ആരോ പിടിച്ചതുകൊണ്ട് ജീവാപായം ഉണ്ടായില്ല. ഇതറിഞ്ഞ ബാലാവകാശ കമ്മീഷൻ ചോദിച്ചത് എന്താ, എന്തുകൊണ്ട് കുഞ്ഞിന് സുരക്ഷാ ബെൽറ്റ് ഇട്ടില്ല? മുതുകത്തെ കട്ടിമാംസത്തിൽ ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കിയിട്ടിരിക്കും പോലെ ഈ കൊളുത്തി കയറ്റിയിട്ട് ആകാശത്തേക്ക് പൊട്ടി ഉയർത്തിയവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞ് താഴേക്കും അങ്ങനെ കൊളുത്തി കയറ്റിയത് മനുഷ്യ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു കൊണ്ടുള്ളത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ക്രൂരതയാണ് എന്ന് കാണാൻ കഴിയാത്ത പ്രബുദ്ധ കേരളീയരാണ് നമ്മൾ. അപ്പോൾ സുരക്ഷാ ബെൽറ്റ് കൊടുക്കാത്തതാണ് കോടതിക്ക് ബാലാവകാശ കമ്മീഷൻ്റെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അതല്ല, മുറിവേൽപ്പിക്കുന്നതാണ് പ്രശ്നം, കവളത്തുകൂടി കുത്തിക്കയറ്റുന്നത്. ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ തൊഴുവങ്കോട് ക്ഷേത്രത്തിലും ഇവിടെ കരിക്കാൻ ക്ഷേത്രത്തിലും കോഴിയെ കൊണ്ടുവരും.
പ്രതീകാത്മകമായ പ്രതിജ്ഞയാണ്. തൈക്കാട്ട് ശ്മശാനത്തിൽ മരണം സംഭവിക്കുന്നത് കരിനാളിലാണെങ്കിൽ ഒരു കറുത്ത കോഴിയെ കൊണ്ടുവന്ന് അതിൻ്റെ നഖത്തിൻ്റെ അവിടെ അല്പം അറുത്ത് ചോര വീഴ്ത്തിയിട്ട് കൊണ്ടുപോകും. കറിവച്ചിന്നനാണ്. അത് കരിനാൾ മാറ്റാൻ പിടക്കോഴിയെ ഹോമിക്കണം എന്നുള്ളത് ഒരു വിശ്വാസം. ഇല്ലെങ്കിലും ആത്മാവ് അങ്ങ് പോകില്ലേ, ഉണ്ടോ ഇല്ലെന്നുള്ളതിന് നിൽക്കട്ടെ. തിരിച്ചൊന്ന് ചോദിക്കില്ല, എന്തുകൊണ്ടേ ഞാൻ കരിനാളിൽ മരിച്ചപ്പോൾ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി നീ കരിങ്കോഴി അറുത്തില്ല എന്ന് മരിച്ചുപോയ ആരും ഇന്നേ വരെ വന്ന് ചോദിച്ചിട്ടില്ല. അതാണ് യുക്തി, സന്യാസിയുടെ യുക്തി അതാണ്. ആ യുക്തിയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. എന്തായാലും പിന്നെ സിവിയുടെ സ്മാരകം, സാഹിത്യ സംഭാഷണത്തിനുള്ള, സംസാരത്തിനുള്ള, ചർച്ചയ്ക്കുള്ള ഒരു സ്മാരകം ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് സാംസ്കാരിക പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പരസ്യമായി നമുക്ക് ഏറ്റെടുക്കാം. നമുക്കത് സർക്കാരിനും മറ്റുള്ള ആൾക്കാർക്കും കൊടുത്തു നോക്കാം, ശ്രമിക്കാം. പിന്നെ ദീർഘങ്ങളാം കൈകളെ നൽകി എത്രയും മനുഷ്യനെ പാരര് അയച്ചതീശൻ എന്ന് പണ്ട് പിന്നെ VC ബാലകൃഷ്ണ പണിക്കർ പാടിയതുപോലെ നമുക്ക് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാൽ നടക്കാതിരിക്കില്ല, മുട്ടുങ്കൽ തുറക്കപ്പെടും. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.